ജനറേഷൻസ് സാധാരണ ഒരു 15 കൊല്ലത്തെ ഗ്യാപ്പിലാണ് നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്തത്. അതിൻ്റെ ഒരു സോഷ്യൽ ഇത് പ്രകാരം 15 കൊല്ലത്തെ ഗ്യാപ്പിലാണ്. ഇപ്പോൾ 2010 മുതൽ നമ്മൾ ജെൻ ആൽഫനെ നമ്മൾ പറയും. 10 മുതൽ അതിൻ്റെ മുമ്പ് ഇപ്പോൾ 10 മുതൽ 24 വരെ ജെൻ ആൽഫനെ ശരിക്കും വളർത്തുന്നത് ഈ മിലേനിയൽസ് ആണ്. ഇമ്പൾസീവ് ബിഹേവിയർ എന്ന് വെച്ചാൽ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ എനിക്കത് ഇപ്പം തന്നെ കിട്ടണം. കാരണം ഈ സാധനങ്ങളൊക്കെ നമ്മളെ ഇമ്പൾസീവ്നെസ്സിനെ നന്നായി ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ റീൽസ് കാണുമ്പോൾ ചെറിയ കുട്ടികൾ റീൽസ് കാണുമ്പോൾ സത്യത്തിൽ ഇമ്പൾസീവ് ബിഹേവിയറിനെ നന്നായി ബാധിക്കുന്നുണ്ട്. ഇന്ന് അയൽവാസികളായിട്ട് വലിയ ബന്ധമില്ല, അല്ലെങ്കിൽ കസിൻസ് ഒന്നും വീട്ടിലില്ല. ആകെ ഇനി വീട്ടിലുണ്ടെങ്കിൽ തന്നെ 2 കുട്ടികളോ പരമാവധി പോയ 3 കുട്ടികളുള്ളൂ. ഈ കുട്ടിക്ക് ഇൻട്രാക്ഷൻ സ്പേസ് വളരെ കുറവാണ്. സ്വാഭാവികമായിട്ടും ഇതൊക്കെ കേൾക്കുന്ന ഒരു ജനറേഷൻ നമ്മളോട് ചോദിക്കാനുള്ള ചോദ്യം ഉണ്ടാവില്ല. ഞങ്ങളൊക്കെ കുറേ തല്ലിയിട്ട് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, വളർത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഞങ്ങളെ ഇങ്ങനെയൊക്കെ തന്നെ അല്ലായിരുന്നു നമ്മുടെ പാരൻസ് അല്ലെങ്കിൽ പാരന്റിങ് സിസ്റ്റമൊക്കെ, എന്നിട്ടും ഞങ്ങളൊക്കെ ഇവിടെ എത്തിയില്ലേ എന്നുള്ള ഒരു ചോദ്യം ഭയങ്കര പ്രശ്നമുണ്ട്. ആ ചോദ്യം ഒരു തരം ബയസ് എന്ന് വരുന്നത് നമ്മൾ ഈ റോസി റെട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞൊരു ബയസ് ഉണ്ട്. ഒരു റോസ് ചില്ലിലൂടെ നോക്കിയാൽ എല്ലാം റോസായിട്ടേ കാണുള്ളൂ എന്ന് പറയും. അതായത് മഞ്ഞ കണ്ണട വെച്ചാലെല്ലാം മഞ്ഞയാവും എന്ന് പറഞ്ഞാൽ പുതിയ കാലത്തെ കുട്ടികളെ, ജെൻസി ജെന്നാൽഫ കുട്ടികളെ എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്? അവർക്ക് ശരിക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ? റൈറ്റ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പാരന്റിങ്ങിനെ കുറിച്ചാണ്. എൻ്റെ കൂടെയുള്ളത് മുഹമ്മദ് അമീർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ വൈസ്, വയനാട്ടിലുള്ള വൈസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ഒരുപാട് കാലങ്ങളായിട്ടുള്ള എൻ്റെ ഫ്രണ്ടാണ്. ഒരുപാട് കാലമായിട്ട് ഞങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചൊരു പോഡ്കാസ്റ്റാണിത്. ഓക്കെ, സോ വെൽക്കം. നമ്മൾ ഫസ്റ്റ് ജനറേഷൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങാം. പുതിയ ജനറേഷൻ ജെൻസി, ജെൻ ആൽഫ, ഇവരെങ്ങനെയാണ് നമ്മുടെ ജനറേഷനുമായിട്ട് ശരിക്കും വ്യത്യസ്തരാവുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാലാണല്ലോ ഇവരെങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. റൈറ്റ്, ഇപ്പം ഞാൻ മില്ലേനിയലാണ്, അതായത് ഒരു 1980s ശേഷം ജനിച്ച ഒരു ആളാണ്. 1995 മുമ്പ് ഞാൻ ഡീൽ ചെയ്യുന്നത് ഒരു ജെൻ ആൽഫ കുട്ടിയോടാണ്. എങ്ങനെയാണ് ഈ ജനറേഷൻ ഗ്യാപ്പ് നമ്മുടെ പാരന്റിങ്ങിനെ എഫക്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത്? അതിൽ നമ്മൾ ജനറേഷൻസ് സാധാരണ ഒരു 15 കൊല്ലത്തെ ഗ്യാപ്പിലാണ് നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്തത്. അതിൻ്റെ ഒരു സോഷ്യൽ ഇത് പ്രകാരം 15 കൊല്ലത്തെ ഗ്യാപ്പിലാണ്. ഇപ്പോൾ 2010 മുതൽ നമ്മൾ ജെൻ ആൽഫനെ നമ്മൾ പറയും. 10 മുതൽ അതിൻ്റെ മുമ്പ് ഇപ്പോൾ 10 മുതൽ 24 വരെ ജെൻ ആൽഫനെ ശരിക്കും വളർത്തുന്നത് ഈ മിലേനിയൽസ് ആണ്. ഇപ്പോൾ മില്ലേനിയൽസ് മുതൽ 95 വരെയുള്ള മിലേനിയൽസ് അല്ല, ജെൻ എക്സിലുള്ള ആളുകൾ. ജെൻ വൈ അല്ല മിലേനിയൽസ്, ജെൻ എക്സിലുള്ള ആളുകളാണ്. അപ്പോൾ അവരാണ് ശരിക്കും പാരൻസ്. ഈ ജെൻ എക്സിനെ ശരിക്കും വളർത്തുന്ന പാരൻസ് എന്ന് പറഞ്ഞാൽ ബേബി ബൂമേഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ഗ്യാപ്പ്, ഇപ്പോൾ ബേബി ബൂമേഴ്സ് ജെൻ എക്സിനെ വളർത്തുന്നതെന്ന് വെച്ചാൽ പൊതുവെ എനിക്കറിയാലോ അന്നത്തെ കാലത്ത് അടിച്ച് വളർത്തുക എന്നുള്ളൊരു ഒരു ഇതുണ്ട്. അപ്പോൾ ഈ വാപ്പ അല്ലെങ്കിൽ അച്ഛൻ എന്നുള്ള ക്യാരക്ടർ എപ്പോഴും അടിച്ച് ഒരു ടെറർ ക്യാരക്ടറാണ്, അധികം മിണ്ടൊന്നുമില്ല. പക്ഷെ ഇപ്പോഴത്തെ നമ്മളിപ്പോൾ ജെൻ ആൽഫനെ വളർത്തുന്നത് വെച്ചാൽ ഭയങ്കര പെർമിസീവ് മോഡിലാണ്. അപ്പോൾ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക, അവർ വളരെ കെയർ ചെയ്ത് കണ്ട് കൊണ്ടെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ രണ്ടിലുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഒരു വലിയ ഗ്യാപ്പ് എവിടെ വരുന്നതെന്ന് വെച്ചാൽ, ഒന്ന് ഒരു നോളജിനെ അല്ലെങ്കിൽ ഒരു സാധനത്തിനെ കൺസ്യൂം ചെയ്യുന്ന രീതിയിലൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ പഴയ ഒരു 60s അന്നത്തെ ജനറേഷൻ എന്ന് വെച്ചാൽ ഒരു നോളജ് കിട്ടാൻ അല്ലെങ്കിൽ ഒരു എൻജോയ്മെൻറ്റ്, ഒരു ആസ്വാദനം കണ്ടെത്താൻ ഒരു പുസ്തകം വായിക്കുക, അതിന് ഒരു 2 weeks അവർ സ്പെൻഡ് ചെയ്യും. അതാണ് അന്നത്തെ മാർഗ്ഗമുള്ളൂ. ആ 2 weeks സ്പെൻഡ് ചെയ്യാനുള്ളൊരു ക്ഷമ അന്ന് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് കഴിഞ്ഞ് നമ്മളൊരു ടിവിൻ്റെ ഒരു യുഗം എത്തുമ്പോൾ, ഒരു 80s എത്തുമ്പോഴത്തേക്കും നമ്മളൊരു 2 hours ചുരുങ്ങി. നമ്മളൊരു ന്യൂസ് കാണാൻ അല്ലെങ്കിൽ ഒരു ഫിലിം കാണാനൊക്കെ നമ്മൾ 2 hours ഒരു എൻജോയ്മെൻറ്റിൽ അത് തീർക്കും. ഒരു യൂട്യൂബിൻ്റെ കാലത്തുമ്പോഴത്തേക്ക് അത് ഒരു 20 minutes ചുരുങ്ങി. നമുക്കൊരു വിവരം കിട്ടാൻ അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് കിട്ടാൻ 20 minutes മതി. ആൽഫയിലേക്ക് എത്തുമ്പോൾ അത് ഒരു 20 seconds ചുരുങ്ങി. റീൽ തന്നെ ആ ഒരു റീല് വരുന്നതെന്ന് വെച്ചാൽ റീല് വന്നത് കൊണ്ട് അതിലേക്ക് പോയി എന്നുള്ളതല്ല. ഇവരൊരു ന്യൂറോളജിക്കൽ സ്റ്റഡി നടത്തിയിട്ട് ഇവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടന്റ് അതാണ് എന്നുള്ളത് കൊണ്ട് 20 seconds ആ കമ്പനീസ് വന്നതാണ്. അപ്പോൾ ആ 20 seconds ഒരു നോളജ് കിട്ടാനോ അല്ലെങ്കിൽ 20 seconds ഒരു എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്നതിലോ ആണ് ഇവർ സാറ്റിസ്ഫൈഡ് ആകുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇവർക്ക് എന്തില്ല, അത്ര നേരം ക്ഷമിച്ച് നിൽക്കാനൊരു ഒരു ശേഷി അവർക്ക് ഇല്ല എന്നുള്ളതാണ്. അപ്പം അതിനെ ബാധിക്കുന്ന കുറേ ഘടകങ്ങളുണ്ട്. അപ്പം അത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പൾസീവ് ബിഹേവിയർ ഉണ്ട്. ഇമ്പൾസീവ് ബിഹേവിയർ എന്ന് വെച്ചാൽ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ എനിക്കത് ഇപ്പം തന്നെ കിട്ടണം. കാരണം ഈ സാധനങ്ങളൊക്കെ നമ്മളെ ഇമ്പൾസീവ്നെസ്സിനെ നന്നായി ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ റീൽസ് കാണുമ്പോൾ, ചെറിയ കുട്ടികൾ റീൽസ് കാണുമ്പോൾ സത്യത്തിൽ ഇമ്പൾസീവ് ബിഹേവിയറിനെ നന്നായി ബാധിക്കുന്നുണ്ട്. കാരണം എന്തിനെങ്കിലും വേണ്ടി ക്ഷമിക്കാനുള്ളൊരു കഴിവ് അവിടെ കുറയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇപ്പോൾ സ്റ്റാൻഫോർഡിൽ നടത്തിയൊരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല, സ്റ്റാൻഫോർഡ് മാഷ്മാലോ എക്സ്പെരിമെൻറ്റ്. സ്റ്റാൻഫോർഡ് മാഷ്മാലോ എക്സ്പെരിമെൻ്റ് ഇതിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ്.
എങ്ങനെയാണ് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനും ഡിലേഡ് ഗ്രatificationനും വർക്ക് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അത് ആ ഒരു 5 വയസ്സുള്ള കുട്ടികളെ 1 by 1 ആയിട്ട് റൂമിലേക്ക് വിളിച്ചിട്ട് അവർക്കൊരു മാഷ്മാലോ കൊടുത്തിട്ട് നമ്മളെ പഞ്ഞിമുട്ടായി മഞ്ഞുണ്ടായ പോലത്തെ കുട്ടി അത് മുമ്പിൽ വെച്ചിട്ട് അവരോട് പറയാണ് നിനക്ക് വേണമെങ്കിൽ ഇപ്പോൾ അത് കഴിക്കാം, അല്ലെങ്കിൽ 15 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ ഒരു മാഷ്മാലോ കൂടി 2 തരും. അപ്പോൾ ഈ കുട്ടീൻ്റെ മുമ്പിൽ 2 ചോയ്സ് ഉണ്ട്, ഒന്നെങ്കിൽ ഇപ്പോൾ 1 കഴിക്കാം, അല്ലെങ്കിൽ 15 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ 2 കഴിക്കാം. അപ്പോൾ പല കുട്ടികളും ഫസ്റ്റ് തന്നെ അത് കഴിച്ചു, ചില കുട്ടികൾ വെയിറ്റ് ചെയ്തിട്ട് 2 കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് അവർ ഇതൊരു ലോങ്ങിറ്റ്യൂഡിനൽ സ്റ്റഡിയാണ്. ഈ കുട്ടികളെ പിന്നെ അവരെ ലൈഫ് ലോങ് പിന്നെ അവരെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് 40 വയസ്സ് 50 വയസ്സ് വരെ. അപ്പോൾ അതിൽ ഇവരെത്തുന്ന കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് മാഷ്മാലോ കഴിച്ച കുട്ടികൾ അവർ നമ്മൾ സക്സസ് എന്ന് മെഷർ ചെയ്യുന്ന ലൈഫിലും കരിയറിലൊക്കെ അവർ ഫെയിലിയറായി എന്നുള്ളതാണ്. അതേസമയം വെയിറ്റ് ചെയ്ത കുട്ടികൾ നമ്മൾ സക്സസ് എന്ന് മെഷർ ചെയ്യുന്ന രൂപത്തിലുള്ള സംഗതികൾ ലൈഫിലും കരിയറിലൊക്കെ അവർ സക്സസ് ആയി എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ബെറ്റർ ലൈഫിലേക്ക് അവർ പോയി എന്നുള്ളത്. അപ്പോൾ അത് ഇമ്പൾസീവ് ബിഹേവിയർ ലൈഫിൽ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ചെറിയ സാധനത്തിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുമ്പോൾ ഈ റീൽസിലും ഷോർട്സിലൊക്കെ സാറ്റിസ്ഫൈഡ് നമ്മൾ ഇമ്പൾസീവിനെ ഭയങ്കര ബാധിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ കാണുന്ന ബിഹേവിയറിലൊരു വലിയ ഇഷ്യൂ തന്നെ ഈ ഇമ്പൾസീവ്നെസ് ആണ് എന്നുള്ളൊരു പ്രധാന പ്രശ്നം. അതായത് ഇത് നമ്മൾ ഇങ്ങനെയാണ് കൈൻഡ് ഓഫ് വയർ ചെയ്യപ്പെട്ടുള്ളത്. അതായത് ഈ മാർഷ്മെലോ എക്സ്പെരിമെന്റ് പണ്ടൊരു എക്സ്പെരിമെന്റ് ആയിരുന്നെങ്കിൽ ഇന്ന് ഈ സംഭവം നിരന്തരം നമ്മുടെ മുമ്പിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം, അതിനുള്ള ചാൻസസ് കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പം ഞാനിതിൽ ആലോചിച്ച മറ്റൊരു സംഭവം, അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഒരു 1992 ജനിച്ച ആളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് TV കാണണം എന്നുണ്ടെങ്കിൽ അന്ന് മറ്റേ ആൻറ്റീന ഉണ്ടായി അത് പിടിച്ച് നമ്മൾ കുലുക്കി എവിടെയെങ്കിലുമൊക്കെ തിരിച്ച് ഫിക്സ് ചെയ്താലേ ക്ലിയറിൽ TV കാണാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ പോലെ ഒരു സിനിമ കാണണം എന്നുണ്ടെങ്കിൽ ദൂരദർശനിൽ 2.5 മണിക്കൂർ കൊണ്ട് സിനിമ കാണാം. പക്ഷേ ഈ 2.5 മണിക്കൂർ എപ്പോഴാണെന്നുള്ളത് ഞാനല്ല തീരുമാനിക്കുക. അന്ന് ഞായറാഴ്ച 4 മണിക്ക് അന്ന് നമ്മളെ വീട്ടിൽ TV എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ വീട്ടിൽ അന്ന് TV ഉള്ള ഒരു വീടാണ്. അപ്പോൾ പക്ഷേ ദൂരദർശനേ ഉള്ളൂ. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ചിലപ്പോൾ ജനലിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ടാവും. ഈ ഞായറാഴ്ച 4 മണിത്തെ സിനിമ അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഇപ്പോഴത്തെ ഒരു കുട്ടികൾക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ ഈ കേബിൾ TV വന്നു. കേബിൾ TV വരുമ്പോഴും ഏത് സിനിമ കാണണമെന്ന് തീരുമാനിക്കുന്നത് ഏഷ്യാനെറ്റാണ്, നമ്മളല്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഏത് സിനിമ എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ കാണണം എന്ന് തീരുമാനിക്കുന്ന ആരാണ്? നമ്മളാണ്, അല്ലെങ്കിൽ ഈ ഒരു ജനറേഷനാണ്. അത് സ്വാതന്ത്ര്യം, ഈ ഫ്രീഡം എന്നുള്ളതിൻ്റെ ഒരു സ്കെയില് ഭയങ്കരമായിട്ട് വ്യത്യാസം വന്നു. നമുക്ക് തീരെ ആക്ച്വലി സ്വാതന്ത്ര്യം കുറവായിരുന്നു ഇപ്പോഴത്തെ. അങ്ങനെ അതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നിനോട് വെയിറ്റ് ചെയ്യാൻ കഴിയില്ല. അതെ. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളൊരു സാധനം കാണെങ്കിൽ മേലെ പോയി ഹാൻഡിന് തിരിച്ചു എന്നുള്ളത്. എന്തിൻ്റെങ്കിലും പിന്നിൽ ഒരു എഫേർട്ട് ഇല്ലെങ്കിൽ അത് ബ്രെയിൻ ഒരു ഷോർട്ട് കട്ടിലേക്ക് പോകുന്നതാണ്. അപ്പം ആ ബ്രെയിൻ ഷോർട്ട് കട്ടിലേക്ക് പോകുന്നത് കൂടുതലായാൽ ഈ ഇമ്പൾസീവ്നെസ് കൂടുകയാണ്. ഇവരെ പുതിയ ജനറേഷൻ സംബന്ധിച്ച് കംപ്ലീറ്റ് ഷോർട്ട് കട്ടാണ്. അന്ന് നമ്മളെന്ന് പറഞ്ഞാൽ ഒരു സാധനം കാണണമെങ്കിൽ അത് അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്കാണെങ്കിൽ അതുവരെ വെയിറ്റ് ചെയ്തിരിക്കണം. ആ വെയിറ്റിംഗ് ഉണ്ടല്ലോ, അതൊരു എഫേർട്ടാണ്. ആ എഫേർട്ട് ഇന്നത്തെ ജനറേഷൻ ഇല്ല. അതില്ലാതെ എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇമ്പൾസീവ്നെസ് കൂടുകയാണ്. ആ ഇമ്പൾസീവ്നെസ് അവരുടെ ബിഹേവിയറിൽ മുഴുവൻ നമ്മൾ കാണുകയാണ്. ഈ ബിഹേവിയറൽ പ്രശ്നങ്ങൾ ഇപ്പോൾ ഒരു ജെൻസിയെ അല്ലെങ്കിൽ ജെൻ ആൽഫയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബിഹേവിയറൽ പ്രശ്നങ്ങളുണ്ട് എന്ന് ഒരുപാട് പരാതികൾ കേൾക്കാറുണ്ട്. ദേഷ്യപ്പെടും, അല്ലെങ്കിൽ അനുസരണയില്ല. ഇതിനെ എത്രത്തോളം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളായിട്ട് കണക്ട് അതിൽ സയൻറ്റിഫിക്കലി ഇപ്പോൾ ബ്രെയിനിനെ കുറിച്ച് പഠിച്ചുകൊണ്ട് ബ്രെയിനിൽ ബയോളജിക്കലി എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പുതിയ ജനറേഷൻ്റെ ബ്രെയിന് റീവയർ ചെയ്യപ്പെട്ടത് വേറെ രൂപത്തിലാണെന്നൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഫങ്ഷനലി അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. അത് ഫങ്ഷൻ ചെയ്യുന്നിടത്ത് ഇപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ പഴയ ജനറേഷനിലേക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒരുപാട് കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ ഒരു പാരൻസിന് തന്നെ ഒരുപാട് കുട്ടികളുണ്ടാവും, ഒരു വീട്ടിൽ തന്നെ മറ്റ് കസിൻസൊക്കെ ആയിട്ട് ഒരുപാട് കുട്ടികളുണ്ടാവും. അത് ഈ കുട്ടിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൽ എത്രത്തോളം സഹായിക്കുന്നത് വെച്ചാൽ ഈ സോഷ്യലൈസേഷൻ കുട്ടിൻ്റെ ബ്രെയിനിൻ്റെ ഈ ഫ്രണ്ടൽ ലോബിൻ്റെ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ വളർച്ചയിൽ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഈ കുട്ടി അവൻ്റെ പ്രായത്തിലുള്ള അല്ലെങ്കിൽ മറ്റ് കസിൻസൊക്കെ ആയിട്ട് നിരന്തരം ഇൻട്രാക്ട് ചെയ്യാണ്. അപ്പോൾ അതിലൂടെ കുട്ടി ഇമോഷൻസ് ലേൺ ചെയ്യാണ്. ആ ഇമോഷൻസ് ലേൺ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ കുട്ടികൾ തമ്മിൽ കളിക്കുമ്പോൾ അവർ അതിൽ മറ്റു കുട്ടികളുടെ സങ്കടം മനസ്സിലാക്കുന്നുണ്ട്, ദേഷ്യം മനസ്സിലാക്കുന്നുണ്ട്, പിന്നെ സന്തോഷം മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇമോഷൻസ് ലേൺ ചെയ്യുക. ഈ ഇമോഷൻ ലേൺ ചെയ്യുക എന്നുള്ളത് ഈ ചെറിയ പ്രായത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സംഗതിയാണ്. അതില്ലെങ്കിൽ നമ്മളെ മെച്യൂരിറ്റിനെയും ഈ ഫ്രണ്ടൽ ബ്രെയിൻ്റെ ഡെവലപ്മെൻറ്റിനും വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു വീടെടുത്ത് നോക്കുക,
ഇന്ന് അയൽവാസികളായിട്ട് വലിയ ബന്ധമില്ല, അല്ലെങ്കിൽ കസിൻസ് ഒന്നും വീട്ടിലില്ല. ആകെ ഇനി വീട്ടിലുണ്ടെങ്കിൽ തന്നെ 2 കുട്ടികളോ പരമാവധി പോയ 3 കുട്ടികളുള്ളത്. ഈ കുട്ടിക്ക് ഇൻട്രാക്ഷൻ സ്പേസ് വളരെ കുറവാണ്. മാത്രമല്ല ഒരു ഇമോഷണൽ ഡെവലപ്മെൻറ്റിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് അൺസ്ട്രക്ചേർഡ് പ്ലേ. അപ്പോൾ നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ കുട്ടികളെയും കൊണ്ടുപോയി നമ്മളൊരു പറമ്പിൽ പോയി നമ്മൾ തന്നെ റൂൾസ് ഉണ്ടാക്കി നമ്മൾ തന്നെ കളികൾ ഉണ്ടാക്കും. അത് അൺസ്ട്രക്ചേർഡ് പ്ലേ ആണ്. അതിൻ്റെ ഒരു ഇതെന്താ വെച്ചാൽ ആ കുട്ടികൾ തമ്മിൽ അവർക്കിടയിലെ കോൺഫ്ലിക്റ്റുകൾ അവർ തീർക്കുന്നു, അവർ റൂൾസ് ഉണ്ടാക്കുന്നു, അവർ തന്നെ ഡിസിഷൻ എടുക്കുന്നു, അവർ തന്നെ കോൺഫ്ലിക്റ്റ് സൊല്യൂഷൻ കണ്ടെത്തുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടാണ്. കുട്ടീനെ ഫുട്ബോൾ കോച്ചിങ്ങിന് കൊണ്ടാക്കുന്നു, കരാട്ടക്ക് കൊണ്ടാക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഹോക്കി കോച്ചിങ്, സോഷ്യൽ ഇൻട്രാക്ഷനുള്ള വഴികൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. അതും വളരെ സ്ട്രക്ചേർഡ് ആണ്. അപ്പോൾ ഈ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്ലേ എന്നുള്ളത് കുട്ടീൻ്റെ ബ്രെയിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഗതിയാണ്. അപ്പോൾ ഇതും ഈ സോഷ്യലൈസേഷൻ്റെ കുറവ്, അൺസ്ട്രക്ചേർഡ് പ്ലേൻ്റെ കുറവ്, ഇതൊക്കെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. പിന്നെ അവിടെ അതിനെ മേക്കപ്പ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുട്ടിക്ക് നല്ല സോഷ്യൽ ഇൻട്രാക്ഷൻ കൂട്ടുകയാണ്. അത് കൂട്ടേണ്ടത് വീട്ടിൻ്റെ അകത്തുള്ള അംഗങ്ങളാണ്. അത് പിന്നെ പാരൻസാണ് ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ പാരൻസിന് എത്രത്തോളം അതിന് സമയമുണ്ട് എന്നുള്ളത് വേറെ വലിയ ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് എത്രത്തോളം നമുക്ക് കഴിയുന്നുണ്ട്. കാരണം വീട്ടിൻ്റെ അകത്ത് തന്നെ നമ്മൾ പണ്ടും 24 hours ഇന്നും 24 hours. ആ 24 hours പണ്ട് 24 hours നമ്മൾ ഹ്യൂമന് വേണ്ടി കൊടുത്തതായിരുന്നു. ഇന്ന് 24 hours നല്ലൊരു ശതമാനം നമ്മൾ ടെക്നോളജിക്ക് കൊടുത്തിട്ട് ബാക്കിയാണ് നമ്മൾ ഹ്യൂമൻസിന് കൊടുക്കുന്നത്. ദുബായിൽ ഫ്യൂച്ചർ മ്യൂസിയം ഉണ്ട്. ഷെയ്ഖ് സായിദ് റോഡിൽ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്. ടിക്കറ്റ് ഇട്ടാ തിരിച്ചു പോകുന്നു. ഭയങ്കര ടിക്കറ്റ് കുറേ മുമ്പ് ബുക്ക് ചെയ്തു. അപ്പോൾ അവിടെ പോയാൽ 7 floor ഉണ്ട്. അതായത് ഫ്യൂച്ചർ മ്യൂസിയം എന്ന് പറയുമ്പോൾ ഭാവിയിൽ വരാൻ പോകുന്ന ടെക്നോളജിയെ കുറിച്ചുള്ള സാധനം നമുക്ക് അതിൻ്റെ വേർഡ് തന്നെ മനസ്സിലാവും. അതിൽ ഒരുപാട് ടെക്നോളജികളെ കുറിച്ച് കാണിക്കുന്നുണ്ട്. അതിൽ ഒരു ഫ്ലോറിൽ പ്രത്യേകിച്ച് ഒരു ടെക്നോളജി ഇല്ല. അവിടെ അവർ എഴുതി വെച്ചിട്ടുള്ളത് എന്താ വെച്ചാൽ ടെക്നോളജി കൂടി മനുഷ്യൻ്റെ ആങ്സൈറ്റി കൂടും. അപ്പോൾ മനുഷ്യൻ എന്ത് വേണം, ഒരു സമാധാനത്തിന് വേണ്ടി അവന് ചില സംഗതികൾ വേണ്ടി വരും. അപ്പോൾ അവിടെ അതിന് വേണ്ടി കുറച്ച് സംഗതികൾ അവർ ഒരുക്കുന്നുണ്ട്. അവിടെ എഴുതി വെച്ച സംഗതി എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ഓർഗൻസ് അത് അതിൻ്റെ പൂർണ്ണതയിൽ എത്തണമെങ്കിൽ അത് ഹ്യൂമൻ ടു ഹ്യൂമൻ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ കണ്ണും ഇൻട്രാക്ട് ചെയ്യണം, നമ്മളെ അവയവങ്ങൾ ഇൻട്രാക്ഷൻ നടന്നുകൊണ്ടേയിരിക്കണം. അതൊരിക്കലും ഒരു വീഡിയോ കോളിലൂടെയോ സ്ക്രീനിലൂടെയോ നമുക്ക് അത് സാധനം കിട്ടൂല. അപ്പം അതിൻ്റെ നല്ലൊരു കുറവ് വീടിൻ്റെ അകത്തുനിന്നുണ്ട് എന്നുള്ളതാണ് ഒരുപാട് ബിഹേവിയറൽ ഇഷ്യൂസിൻ്റെ കാരണം. അപ്പോൾ ഇതിൽ ചില കാര്യങ്ങൾ ഇപ്പോൾ നമുക്കൊരു പരിഹാരങ്ങൾ ആക്ച്വലി കുറവാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കസിൻസ് വേണം, അല്ലെങ്കിൽ വീട്ടിൽ കുറേ ആൾക്കാർ വേണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എന്തല്ല, അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. രണ്ടാമത്തത് നമ്മൾ നിർബന്ധമായിട്ട് പരിഹരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതായത് നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാനിപ്പോൾ ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ കുട്ടികളുടെ ഫോൺ ഉപയോഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് എത്ര ആൾക്ക് പരാതി ഉണ്ട് എന്നുള്ളത് ഞാൻ ചോദിക്കും. ഇപ്പോൾ പാരൻസ് ഒരുപാട് ആൾക്കാർ 80% ആൾക്കാർ കൈപ്പൊക്കും. എന്നിട്ട് ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് എത്ര ആൾക്കാർക്ക് നിങ്ങളുടെ പാരൻസിൻ്റെ ഫോൺ ഉപയോഗത്തെക്കുറിച്ച് പരാതി ഉണ്ട് എന്ന് ചോദിക്കും. മിക്കവാറും അതേ നമ്പർ എന്ത് ചെയ്യും, അവരും കൈപ്പൊക്കും. എന്നെക്കുറിച്ചും ഉണ്ടാവും, എന്നെക്കുറിച്ചും എൻ്റെ കുട്ടികൾക്കും എൻ്റെ വൈഫിനൊക്കെ ഇത് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം മേ ബി ഇപ്പോൾ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടാവും. ഞാൻ തന്നെ ഇടയ്ക്ക് ആലോചിക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടാവും എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇത് ലൈക്ക് കിട്ടുമോ, അല്ലെങ്കിൽ ഇത് ആരൊക്കെ കമൻറ്റ് ചെയ്തു, ഇത് ഇത്ര ആൾക്കാർ വാച്ച് ചെയ്യുന്നുള്ളൂ. അത് നമ്മളെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ് വയർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇത് ശരിക്ക് ഒരു സ്ക്രീൻ ടൈം കുറക്കണം എന്ന് പറയുമ്പോൾ ആരുടെ സ്ക്രീൻ ടൈം കുറക്കണം എന്നുള്ളത് ഒരു വലിയൊരു പ്രശ്നമല്ലേ? ഇതിൽ ഒരു പരിഹാരം കൊണ്ടുവരണമെങ്കിൽ വീട്ടിലെല്ലാവരും കൂടി തീരുമാനിക്കണം. നമ്മളൊരു റൂള് കൊണ്ടുവരുമ്പോൾ റൂൾ എല്ലാവർക്കും കൊണ്ടുവരണം. ഇപ്പോൾ മൊബൈൽ സ്വന്തമായിട്ടുള്ള ആളുകൾക്ക്, ഇപ്പോൾ ഒരു വീടിൻ്റെ അകത്ത് അച്ഛനമ്മ കുട്ടികൾ, മൊബൈൽ സ്വന്തമായിട്ടുള്ള ആളുകൾ എത്ര സമയം ഫോൺ ഉപയോഗിക്കാം, മൊബൈൽ സ്വന്തമായിട്ട് ഇല്ലാത്തവർ എത്ര സമയം ഉപയോഗിക്കാം. അപ്പോൾ അതിന് നമ്മൾ റൂള് കൊടുന്ന് സെറ്റ് ചെയ്തിട്ട് തന്നെ ചെയ്യണം. ഇപ്പോൾ ജോലിയുള്ള ആളാണെങ്കിൽ അയാൾ എത്ര സമയം വീട്ടിൽ മൊബൈൽ ഉപയോഗിക്കാം, അല്ലാത്തവർ എത്ര സമയം ഉപയോഗിക്കാം. ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ കുട്ടികൾ അത് അംഗീകരിക്കാൻ തയ്യാറാവില്ല. പിന്നെ റൂള് വെച്ചാൽ കുട്ടികൾ കുറേയൊക്കെ അത് അംഗീകരിക്കും. അറ്റ്ലീസ്റ്റ് അതനുസരിച്ച് പോകണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ട്. പക്ഷേ റൂള് ബ്രേക്ക് ചെയ്യാൻ അവർ നോക്കും. കാരണം അവരെ കുട്ടികളെ സംബന്ധിച്ച് എപ്പോഴും ആ ബോർഡറിൽ പോയിട്ട് ഇത് ബ്രേക്ക് ചെയ്താൽ എന്തെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും. നമ്മൾ എന്ത് ആക്ഷൻ എടുക്കുന്നു, പാരൻസ് എന്ത് ആക്ഷൻ എടുക്കണം എന്നുള്ളത് കുട്ടികളുടെ ഒരു മെൻറ്റാലിറ്റിയാണ്. നമ്മൾ റൂള് വെക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അവിടെ നമുക്കും റൂള് വേണം, നമ്മളാ റൂള് പാലിക്കും വേണം, നമ്മളാ റൂള് പാലിക്കും, റോൾ മോഡൽ ചെയ്യും വേണം. അതെ. ഞാൻ ഈ പാരന്റിങ്ങിന് ഞാൻ സാധാരണ പറയാറുള്ള ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള ഒരു വാചകം എന്നുള്ളത് ടാങ്കിലുള്ളത് ടാപ്പിൽ വരുള്ളൂ എന്നുള്ളത്. രണ്ടാമത്തത് നിങ്ങൾ പറഞ്ഞ അൺസ്ട്രക്ചേർഡ് പ്ലേ, നമ്മളിതിന് പരിഹാരങ്ങൾ നമ്മൾ പറയണല്ലോ. ഈ അൺസ്ട്രക്ചേർഡ് പ്ലേ എന്നുള്ള കാര്യത്തിന് ഇന്നത്തെ കാലത്ത് നമുക്ക് എങ്ങനെ അതിനൊരു പരിഹാരമായിട്ട് എന്തൊക്കെ പറയാൻ പറ്റും? ഇപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇമോഷണൽ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ അതിന് കുട്ടീനെ ഇമോഷൻസ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മുമ്പാണെങ്കിൽ
ഇപ്പോൾ നമ്മൾ പറയും പണ്ട് ഒരു അച്ഛനും അമ്മക്കും ചിലപ്പോൾ 8 കുട്ടികളോ 10 കുട്ടികളുണ്ട്, അവരൊന്നും ശ്രദ്ധിക്കുന്നില്ല, എന്നിട്ട് അവർ നല്ല രീതിയിൽ വളർന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് നല്ല സോഷ്യലൈസേഷൻ കിട്ടിയിരുന്നു. ഇന്നിപ്പോൾ 2 കുട്ടികളാണെങ്കിലും സോഷ്യലൈസേഷൻ കിട്ടുന്നില്ല. അപ്പോൾ ഇമോഷൻ പഠിപ്പിക്കുക, ടീച്ചിങ് ഇമോഷൻ എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ്. അപ്പോൾ അതിന് ഒന്ന് ചെയ്യാവുന്ന വെച്ചാൽ ഒന്ന് കഥകൾ പറഞ്ഞു കൊടുക്കുക. കുട്ടികൾക്ക് സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കുന്ന ഇമോഷണൽ ഡെവലപ്മെൻറ്റിന് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പോൾ സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കുമ്പോൾ സ്റ്റോറീസിലെ ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻസിലൂടെയൊക്കെ കുട്ടി കടന്നു പോകുമ്പോൾ അത് കുട്ടിയിൽ ഉണ്ടാക്കുന്ന ഇമോഷണൽ ഡെവലപ്മെൻ്റ് ഉണ്ട്. പിന്നെ പാരൻറ്റും കുട്ടിയും തമ്മിൽ സംസാരിക്കുക എന്നുള്ളതാണ്. അത് കുട്ടീൻ്റെ ഒരു അടിസ്ഥാനപരമായ നീഡാണ്. അപ്പോൾ ആ സംസാരിക്കുമ്പോഴും ചില സംഗതികളുണ്ട്. അതിൽ ആക്റ്റീവ് ലിസണിങ് ഉണ്ടാവണം, കുട്ടീൻ്റെ കണ്ണിൽ നോക്കണം, എക്സ്പ്രഷൻസ് ഉണ്ടാവണം. ആ രൂപത്തിൽ തന്നെ കുട്ടിയുമായിട്ട് സംസാരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ കുട്ടി ചിലപ്പോൾ നമ്മുടെ അടുത്തേക്കൊക്കെ സംസാരിക്കാൻ വരും. അപ്പോൾ കുട്ടിൻ്റെ ലോകത്തെ ചെറിയ ചെറിയ വലിയ കാര്യങ്ങളുണ്ടാവും. നമ്മുടെ അടുത്ത് വന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഭയങ്കര ബിസിയിൽ എന്തെങ്കിലും മൊബൈലിൽ, അപ്പോൾ നമ്മളവനെ അക്നോളജ് ചെയ്തുകൊണ്ട് ഓക്കെ എന്നൊക്കെ പറയും. പക്ഷെ അത് സത്യത്തിൽ അവൻ എന്ത് ചെയ്യാണ്, അവനെ നെഗ്ലക്റ്റ് ചെയ്യണതിന് തുല്യമാണ്. അപ്പം ആ നെഗ്ലക്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അവന് പിന്നെ എന്താ വെച്ചാൽ നമ്മളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചിലപ്പോൾ നെഗറ്റീവായിട്ട് എന്തെങ്കിലും കാണിക്കും. അത് റെക്കഗ്നേഷൻ ഹങ്കറിൻ്റെ ഒരു ഭാഗമാണ്. കാരണം കുട്ടിക്ക് എന്താ വെച്ചാൽ കുട്ടീൻ്റെ മേലൊരു ഇമ്പാക്റ്റ് കിട്ടിയാലേ കുട്ടി എക്സിസ്റ്റ് ചെയ്യണു എന്നുള്ളത് ഫീൽ ചെയ്യുള്ളൂ. അത് പോസിറ്റീവായിട്ട് കിട്ടിയില്ലെങ്കിൽ നെഗറ്റീവായിട്ട് കിട്ടാൻ വേണ്ടി നോക്കും. നമ്മൾ തീരെ കുട്ടീനെ മൈൻഡ് ചെയ്യുന്ന കുട്ടി ചിലപ്പോൾ എന്ത് ചെയ്യും, കുട്ടി ചിലപ്പോൾ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യണ എന്തെങ്കിലും സംഗതികൾ ചെയ്യും. അപ്പോൾ അവിടെ എന്തെങ്കിലും തട്ടിമുട്ടിയിടുക, മറിച്ചിടുക, ബോൾ തട്ട് എന്തെങ്കിലും ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവനോട് ഒച്ചയിടും. ആ ഒച്ചയിടുന്ന അവന് റെക്കഗ്നീഷനാണ്. അത് പോസിറ്റീവായിട്ട് അവൻ കിട്ടാത്തതുകൊണ്ട് നെഗറ്റീവ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അവനെ ഒച്ചയിടുന്നത് അവൻ്റെ ഉള്ളിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. അച്ഛൻ എന്നോട് സംസാരിച്ചല്ലോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ അവനെ എന്തെങ്കിലും ചെയ്ത് അവനെ പോയി അടിച്ചാൽ അങ്ങനെങ്കിലും എന്നെ ഒന്ന് തൊട്ടല്ലോ എന്നൊരു റെക്കഗ്നേഷൻ അവൻ്റെ ബ്രെയിനിന്. റെക്കഗ്നേഷൻ എന്നുള്ളത് കുട്ടികൾക്ക് അത്യാവശ്യമാണ്. ഈ ഇപ്പോൾ ഈ അൺസ്ട്രക്ചേർഡ് പോലെ തന്നെ കുട്ടിക്ക് ഏറ്റവും അത്യാവശ്യമാണ് ഈ റെക്കഗ്നേഷൻ ഹങ്കർ എന്നുള്ളത്. അപ്പോൾ അത് കുട്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. അത് പോസിറ്റീവായിട്ട് കിട്ടിയില്ലെങ്കിൽ നെഗറ്റീവായിട്ട് കുട്ടി വാങ്ങിയെടുക്കും. അങ്ങനെ വാങ്ങിയെടുക്കുന്ന കുട്ടി അതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ അത് കുട്ടീൻ്റെ ഒരു ബിഹേവിയറായി മാറും ചിലപ്പോൾ. അപ്പോൾ നമ്മൾ പറയും ഇവൻ എപ്പോഴും പ്രശ്നക്കാരനാണെന്ന് പറയും. ഇവൻ പ്രശ്നക്കാരനാകാൻ കാരണം നമ്മളാണ് നമ്മൾ തിരിച്ചറിയില്ല. അവിടെ ഒരു പ്രശ്നമുണ്ട്. അതെ. അപ്പോൾ ഈ പറഞ്ഞ ബിഹേവിയറൽ ചേഞ്ചസ് കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഈ ദേഷ്യം, ഈ ഒരു അനുസരണക്കേട് അല്ലെങ്കിൽ വാശി, ഇതിലൊക്കെ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ പോലെ ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ളൊരു സംഭവം, അവർ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്നുള്ളൊരു സംഭവം വർക്ക് ചെയ്യുന്നുണ്ട്. പാരൻസ് ഇതിനനുസരിച്ച് ലൈക്ക് അവരെങ്ങനെയാണ് ശരിക്കും മാറേണ്ടത് വെച്ചാൽ ഇപ്പോൾ കുട്ടിയിൽ ഈ പിന്നെ ഈ വാശി കൂടുക, ദേഷ്യം കൂടുക എന്നുള്ള പ്രശ്നമുണ്ടല്ലോ. സത്യത്തിൽ ചിലപ്പോൾ നമ്മളുടെ പല രൂപത്തിലുള്ള ഇടപെടൽ അതിനൊരു കാരണമായിട്ടുണ്ടാവാം. ഇപ്പോൾ നമ്മൾ ഒരു ബ്രെയിനിൽ എങ്ങനെയാണ് ഈ സംഗതികൾ വർക്ക് ചെയ്യണമെന്ന് നോക്കിയാൽ, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കണ്ട് പേടിച്ചാൽ പിന്നെ നമ്മളെ ഈ HPA ആക്സിസ്, നമ്മൾ ഈ ഹൈപ്പോത്തലാമസ്, അമിഗ്ഡാല ഒക്കെയുള്ള സംഗതി ഉണ്ടല്ലോ. ഇപ്പോൾ അമിഗ്ഡാല ഒരു സംഗതി, ഒരു പ്രശ്നം ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പോത്തലാമസിന് മെസ്സേജ് കൊടുക്കും. അപ്പോൾ അത് നമ്മളെ ശരീരത്തിൽ ഒരു പ്രശ്നമാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു 8 കാലിനെ കണ്ട് പേടിച്ചു അല്ലെങ്കിൽ നായനെ കണ്ട് പേടിച്ചു, അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഇതാണ്. അപ്പോൾ അത് നമ്മളെ ബ്ലഡിലേക്ക് എന്ത് ചെയ്യും, ഈ കോർട്ടിസോൾ റിലീസ് ചെയ്യും. കോർട്ടിസോളും അഡ്രീനാലിനും ഇത് ബ്ലഡിലേക്ക് കടത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ആ സിറ്റുവേഷൻ നമ്മളെ രക്ഷിക്കാനാണ്. അപ്പോൾ നമ്മളെ ഹാർട്ട് ബീറ്റ് കൂടും, നമ്മളെ ശരീരം ഫുള്ള് സ്ട്രെസ്സിലാവും, നമ്മളെ ബ്രീത്തിങ് കൂടും, നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യണം. അപ്പോൾ ഒരു കുട്ടിയിൽ ഇത് സംഭവിക്കുമ്പോൾ, ഒരു കുട്ടി ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ വാശി പിടിച്ച് നിൽക്കുമ്പോൾ ആ കുട്ടിയിൽ ഉണ്ടാവണം എന്താണെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു സ്ട്രെസ് റെസ്പോൺസീവ് സിസ്റ്റമാണ്. അപ്പോൾ ഫുള്ള് ആ കുട്ടീൻ്റെ ബ്ലഡിൽ കംപ്ലീറ്റ് കോർട്ടിസോളും അഡ്രീനാലിനുമാണ്. ഇതിനെങ്ങനെ നമ്മൾ ബയോളജിക്കലി അല്ലെങ്കിൽ ന്യൂറോളജിക്കലി നോക്കുമ്പോൾ ഇതിനെങ്ങനെ ബ്ലോക്ക് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ കുട്ടിൻ്റെ ശരീരത്തിൽ ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യണം. ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യണമെങ്കിൽ ഈ സമയത്ത് ഓക്സിറ്റോസിൻ ബ്ലോക്ക്ഡ് ആണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ അവിടെ നായ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുട്ടി എന്തെങ്കിലും കണ്ട് പേടിച്ചതാണെങ്കിൽ ഇത് ബയോളജിക്കലി ഓക്കെയാണ്, ഇതാണ് നടക്കേണ്ടത്. പക്ഷേ ഒരു അച്ഛനെ പേടിച്ച് അല്ലെങ്കിൽ പാരൻസിനെ പേടിച്ചിട്ട് ഈ സിസ്റ്റം വർക്ക് ചെയ്യേണ്ടതില്ല. കാരണം അവിടെ കുട്ടിക്ക് കിട്ടേണ്ടത് സ്നേഹമാണ്. അപ്പോൾ നമ്മൾ ശരീരത്തിൽ ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യണമെങ്കിൽ നമ്മൾ കുട്ടീനെ പോയി ബോണ്ടിങ്, ലവ്, ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ കുട്ടീനെ ഒരു കാമായിട്ട് സംസാരിക്കുമ്പോൾ, കുട്ടീനെ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ, ഹഗ് ചെയ്യുമ്പോൾ കുട്ടീൻ്റെ ശരീരത്തിൽ ഓക്സിറ്റോസിൻ റിലീസാവും. അപ്പോൾ കുട്ടി എപ്പോഴൊക്കെ സ്ട്രെസ്സിലാവുന്നോ
അപ്പോഴൊക്കെ കുട്ടീനെ നമുക്ക് കാമാക്കാൻ കുട്ടീനെ ഒന്ന് ടച്ച് ചെയ്യാൻ പറ്റുമോ, കണ്ണിൽ നോക്കാൻ പറ്റുമോ, ഒന്ന് ചിരിക്കാൻ പറ്റുമോ. അപ്പോൾ കുട്ടീൻ്റെ കോർട്ടിസോൾ ലെവൽ പതുക്കെ താഴും, കുട്ടിയിൽ ഓക്സിറ്റോസിൻ റിലീസ് ആകുമ്പോൾ. ഇത് ബോഡിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. പക്ഷെ നമ്മൾ സത്യത്തിൽ ചെയ്യുന്ന കൗണ്ടർ ഇൻഡ്യൂട്ടീവായ കാര്യം നമ്മൾ നേരെ കൗണ്ടറായിട്ട് നമ്മൾ കുട്ടിനോട് ദേഷ്യപ്പെട്ടിരിക്കുന്ന കുട്ടിനോട് നമ്മൾ ഇവനെ വരച്ച വരയിൽ നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ ഇത് എൻ്റെ വീടാണ്, മര്യാദക്ക് ഞാൻ പറഞ്ഞു നിന്നവിടെ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ അവിടെ കയ്യും കാലം തല്ലിയൊടിക്കും എന്ന് പറയും. ഇങ്ങനെ ഒരു മെസ്സേജ് കുട്ടിൻ്റെ ബ്രെയിനിലേക്ക് ചെല്ലുമ്പോൾ കുട്ടി വീണ്ടും സ്ട്രെസ്സ് കൂടുകയാണ്. അപ്പോൾ കുട്ടീൻ്റെ ബ്ലഡിൽ വീണ്ടും കോർട്ടിസോൾ കൂടുകയാണ്. അപ്പോൾ കുട്ടി ഭയങ്കര പ്രശ്നം ഉണ്ടാകും. ചിലപ്പോൾ വാതിലൊക്കെ ഉറക്കെ അടച്ച് പോയി റൂമിൽ പോയി കിടക്കും, പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ സാധനങ്ങൾ തല്ലിപ്പൊളിക്കും, ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ എന്താ ഹൈ കോർട്ടിസോൾ ഉണ്ടായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഒരു ദേഷ്യപ്പെട്ട കുട്ടിയെ, വാശിയുള്ള കുട്ടീനെ ഡീല് ചെയ്യുന്ന സമയത്ത് എനിക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ ഞാൻ ഡീല് ചെയ്യാൻ പോകരുത്. ഞാൻ വേറെ റൂമിൽ പോയി ഞാൻ വാതിലടച്ചിരിക്കുക. ആദ്യം എന്നെ കാമാക്കിയതിന് ശേഷം മാത്രം അവൻ്റെ അടുത്തേക്ക് പോകാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും കുട്ടീനെ ഉപദേശിക്കുക കുട്ടി ദേഷ്യപ്പെട്ടിരിക്കുമ്പോഴാണ്. ആ ഉപദേശം ഒരിക്കലും, കാരണം നമുക്ക് ആ സ്പോട്ടിൽ തന്നെ അവനെ ഉപദേശിച്ചില്ലെങ്കിൽ നമുക്കൊരു സംതൃപ്തി വരില്ല. അപ്പോൾ തന്നെ പറയും ഇത് ഇങ്ങനെ ചെയ്താൽ അങ്ങനെയാണ്, ഇങ്ങനെ മേലെ ചെയ്യരുത് എന്നൊക്കെ പറയും. അതുകൊണ്ട് ഒരു ഉപകാരമില്ല. എപ്പോഴാണ് അവനെ ഹാപ്പി ആയിട്ടിരിക്കുന്നത്, നമ്മളെ കൂടെ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയം, ആ സമയത്ത് ഇവനോട് നമുക്ക് പറയാം നമുക്ക് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒന്ന് നമ്മളെ കാമാക്കിക്കൊണ്ട് നമ്മൾ ആ കുട്ടീനെ പോയി ഒന്ന് ടച്ച് ചെയ്ത് ഒന്ന് കണ്ണിലൊക്കെ നോക്കി ഒന്ന് സംസാരിച്ച്, ഈ കണ്ണിൽ നോക്കുക, ചിരിക്കുക, കാമായിട്ട് സംസാരിക്കുക, ടച്ച് ചെയ്യുക, ഇതൊക്കെ ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യും. ഇതൊക്കെ അവൻ്റെ സ്ട്രെസ്സിനെ കുറക്കും. ഇതിൽ ഏറ്റവും ഡേഞ്ചർ എന്താണെന്ന് വെച്ചാൽ, ഒരു കുട്ടി ഇങ്ങനത്തെ സ്ട്രെസ് റിലീസ് ചെയ്യുന്ന സീരീസ് ഓഫ് എപ്പിസോഡിലൂടെ ഒരുപാട് കടന്നു പോകുമ്പോൾ ഈ കുട്ടിൻ്റെ അമിഗ്ഡാല ഹൈജാക്ക് ചെയ്യപ്പെടുന്ന ഡാനിയൽ ഗോൾമാൻ പറഞ്ഞിട്ടുണ്ട്. ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഫാദറായിട്ട് അറിയപ്പെടുന്ന ആളാണ് ഡാനിയൽ ഗോൾമാൻ. പറഞ്ഞാൽ അവിടെ ഒരു അമിഗ്ഡാല ഹൈജാക്ക് നടക്കും. അപ്പോൾ ഈ കുട്ടി പിന്നീട് കുട്ടിൻ്റെ ഇമോഷൻസ് എപ്പോഴും ഇൻറ്റൻസീവ് ആവും. അപ്പോൾ പിന്നെ ഈ കുട്ടീനെ സ്കൂളിലൊക്കെ വിട്ടാൽ ചിലപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്ന് പരാതി വരുന്നത് കുട്ടി ഭയങ്കര പ്രശ്നമാണ്, മറ്റേ കുട്ടികളെ തല്ലുന്നുണ്ട്, ഇതാക്കുന്നുണ്ട്, ഭയങ്കര ദേഷ്യമാണ്, വാശിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ അതിനുള്ള പിന്നെ പ്രശ്നങ്ങൾക്ക് പിന്നെ അടുത്ത തല്ലും കാര്യങ്ങളും. അപ്പോൾ നമ്മൾ അറിയണില്ല നമ്മളുടെ ചില പ്രവർത്തികൾ കൊണ്ട് ഇവനിൽ ഉണ്ടായി വന്നതാണ് ഇത് എന്ന് നമ്മൾ അറിയണില്ല. അപ്പം എങ്ങനെയാണെങ്കിലും കാമായിട്ട് കുട്ടീനെ ഡീൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്, അതായത് ലവ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ബേസ്. പക്ഷെ ഇതിൽ എന്താ സ്വാഭാവികമായിട്ടും ഇതൊക്കെ കേൾക്കുന്ന ഒരു ജനറേഷൻ നമ്മളോട് ചോദിക്കാനുള്ള ചോദ്യം ഉണ്ടാവില്ല. ഞങ്ങളൊക്കെ കുറേ തല്ലിയിട്ട് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, വളർത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഞങ്ങളെ ഇങ്ങനെയൊക്കെ തന്നെ അല്ലായിരുന്നു നമ്മുടെ പാരൻസ് അല്ലെങ്കിൽ പാരന്റിങ് സിസ്റ്റമൊക്കെ, എന്നിട്ടും ഞങ്ങളൊക്കെ ഇവിടെ എത്തിയില്ലേ എന്നുള്ള ഒരു ചോദ്യം ഭയങ്കര പ്രശ്നമുണ്ട്. ആ ചോദ്യം ഒരു തരം ബയസ് എന്ന് വരുന്നത്, നമ്മൾ ഈ പിന്നെ റോസി റെട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞൊരു ബയസ് ഉണ്ട്. ഇത് ഒരു റോസ് ചില്ലിലൂടെ നോക്കിയാൽ എല്ലാം റോസായിട്ടേ കാണുള്ളൂ എന്ന് പറയും. അതായത് മഞ്ഞ കണ്ണട വെച്ചാലെല്ലാം മഞ്ഞയാവും. അപ്പോൾ ഈ റോസി റെട്രോസ്പെക്ഷൻ എന്ന് വെച്ചാൽ, ഞാൻ അനുഭവിച്ചതെല്ലാം നല്ലതായിരുന്നു, എൻ്റെ കഴിഞ്ഞ കാലം മുഴുവൻ നല്ലതായിരുന്നു എന്നുള്ളൊരു ഇതാണ്. സത്യത്തിൽ അത് ശരിയല്ല. ഇപ്പോൾ പിന്നെ നമ്മൾ അന്ന് അടി കിട്ടി, അന്നത്തെ ജനറേഷൻ ഫുൾ അടിച്ച് വളർത്തിയതാണ്, അന്നത്തെ ഒരു ട്രെൻഡും ഒരു ഇതൊക്കെ അതായിരുന്നു. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളുടെയൊക്കെ ഈ ഒരു കാലത്ത് അല്ലെങ്കിൽ കഴിഞ്ഞൊരു 20 വർഷത്തിൻ്റെ ഉള്ളിൽ കേരളത്തിൽ നടന്ന കൊലപാതകങ്ങൾ, അക്രമങ്ങൾ, മോഷണങ്ങൾ, പിന്നെ പൊതുമുതൽ നശിപ്പിക്കൽ, ഇതിലൊക്കെ ഉള്ളത് ഈ അടിച്ചു വളർത്തിയ ആളുകൾ, നമ്മളെ ജനറേഷൻ, ഇതിലൊക്കെ ഉള്ള പ്രതികൾ. അവരൊക്കെ നന്നായി നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. രണ്ടാമത്തെ എന്താ വെച്ചാൽ, നമ്മളെ സ്കിന്നെന്ന് വെച്ചാൽ കംപ്ലീറ്റ് സെൻസറാണ്. നമ്മളെ ഏറ്റവും ലാർജസ്റ്റ് ഓർഗനാണല്ലോ, കംപ്ലീറ്റ് സെൻസറാണ്. ഈ സെൻസറിൽ ഓരോ സ്ഥലത്ത് ടച്ച് ചെയ്യുമ്പോൾ ഓരോ സെൻസർ ആക്ടിവേറ്റ് ആവുന്നുണ്ട്. നമ്മളിതിൽ മെല്ലെ ടച്ച് ചെയ്യുമ്പോൾ ഇതിൽ സീടാക്റ്റൈൽ ഫൈബേഴ്സ് എന്ന് പറഞ്ഞ നെർവ്സാണ് ആക്ടിവേറ്റ് ആവുന്നത്. അത് നമ്മളെ അമിഗ്ഡാലയിലേക്ക് പോയിട്ട് പിന്നെ നമ്മളെ ഓക്സിറ്റോസിനാണ് വീണ്ടും റിലീസ് ആവുന്നത്. നമ്മുടെ ഓക്സിറ്റോസിൻ റിലീസ് ആവുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ കാമാവുകയാണ്. അപ്പോൾ നമ്മളെ മൃദുവായിട്ട് നമ്മളെ നൈസായിട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീണ്ടും കാമാവുക ചെയ്യുക. അതേസമയം നമ്മൾ കൂട്ടി അടിക്കുക നോക്കുക, നമ്മൾ ഹാർഡായിട്ടൊരു ഹിറ്റ് നമ്മളെ സ്കിന്നിൽ കൊള്ളുന്ന സമയത്ത് ഈ പിന്നെ നോസിസെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ വേറെ നെർവ്സാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അതെന്താ ചെയ്യുന്നത് വെച്ചാൽ വീണ്ടും കോർട്ടിസോൾ റിലീസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓൾറെഡി ദേഷ്യത്തിൽ നിൽക്കുന്ന കുട്ടിൻ്റെ സ്ട്രെസ് റെസ്പോൺസ് സിസ്റ്റത്തിന് പിന്നെയും തകരാറിലാക്കി നമ്മൾ ചെയ്യുന്നത് അടിക്കണതിലൂടെ. അടിച്ചിട്ട് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാവുന്നത് ഇന്നേ വരെ സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടില്ല. ഇതുവരെ ഉള്ള ഒരു പാരന്റിങ് സൈക്കോളജിയിൽ നമുക്ക് കാണാൻ കഴിയില്ല. അല്ല, പക്ഷെ ഒരു ഇങ്ങനെ ഒരു സാധനം ചെയ്യരുത് എന്നുള്ള നെഗറ്റീവ് ഫീഡ്ബാക്ക് നമ്മുടെ കുട്ടിയിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഒരു പാരന്റ് കൊടുക്കേണ്ടത്? ഇപ്പോൾ പിന്നെ ഒന്ന് ഞാൻ പറഞ്ഞ ഇപ്പോൾ നമ്മൾ സാധാരണ പറയലുണ്ട്, ടെല്ലിങ് ഈസ് ബെറ്റർ ദാൻ യെല്ലിങ്. ഒച്ച വെച്ചിട്ട് അലറണേക്കാളും നല്ലതാണ് പറയുന്നത്. ടെല്ലിങ്ങിനേക്കാളും നല്ലതാണ് എക്സ്പ്ലെയിനിങ്, ഒന്ന് വിശദീകരിച്ച് കൊടുക്കുക.
എക്സ്പ്ലെയിനിങ്ങിനേക്കാളും നല്ലതാണ് ലിസണിങ് എന്ന് പറയും. കുട്ടിക്ക് പറയാനുള്ളത് കേൾക്കുക. അതിൻ്റെ ഏറ്റവും പിന്നെ ടോപ്പ് മോസ്റ്റ് പൊസിഷനാണ് ഡിസ്കസിങ് എന്നുള്ളത്. ഒരു എൻഗേജിങ് ആയ ഡയലോഗിലൂടെ നമ്മൾ ആ പ്രശ്നത്തെ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ കുട്ടി ഒരു പ്രശ്നം ഉണ്ടാക്കി, അപ്പോൾ അല്ലെങ്കിൽ രണ്ട് പേര് തമ്മിൽ തല്ലുകൂടി, അപ്പോൾ പിന്നെ നമ്മൾ അവനോട് ചോദിക്കുക, നമ്മൾ അവനോട് ഒച്ചയിടുന്നതോടുകൂടി ഒച്ചയിട്ടിട്ട് ശരിയായി എന്നുള്ളത് നമ്മളുടെ മാത്രം സംതൃപ്തിയാണ്. അപ്പോൾ അതല്ലാതെ കുട്ടിയോട് നമ്മൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക. കുട്ടിക്ക് എപ്പോഴും അതിൻ്റെ പർപ്പസ് മനസ്സിലാവണം, എന്തുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ അവനെ ഇരുത്തിയിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അപ്പോഴും അത് വൺ സൈഡഡ് ആണ്. അപ്പോൾ നമ്മൾ അവനോട് ചോദ്യങ്ങൾ ചോദിച്ചാൽ, നീ എന്തിനാ അങ്ങനെ ചെയ്തത്, അപ്പോൾ അവന് കുറേ പറയാനുണ്ടാവും അവൻ്റെ ഭാഗങ്ങൾ. അപ്പോൾ നമുക്ക് അത് കേൾക്കുക. അപ്പോൾ നമ്മൾ ചോദിക്കുക, അപ്പോൾ അവന് വേദന ഉണ്ടാവില്ലേ, അപ്പോൾ നീ അടിച്ചപ്പോൾ അവന് വേദനിച്ച് ഉണ്ടാവില്ലേ, നിന്നെ ആരെങ്കിലും അടിക്കുമ്പോൾ നിനക്ക് വേദനിക്കുമോ, എന്നെ ആരെങ്കിലും അടിക്കുന്നുണ്ട് എനിക്ക് വേദനിക്കൂലേ, അപ്പോൾ ഞാൻ സങ്കടപ്പെടുന്നുണ്ട് നിനക്ക് സങ്കടം തോന്നില്ലേ. നമ്മൾ ഇമോഷൻസാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുണ്ടാകുമ്പോൾ കുട്ടിക്ക് എന്ത് ചെയ്യും, ആ ഡിസ്കഷനിലൂടെ കുട്ടിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് പേഷ്യൻസാണ്. നമുക്കില്ലാത്തതും അതാണ്. കാരണം എന്താ വെച്ചാൽ ഒരു കുട്ടിനെ അടിച്ചിട്ട് ഒരു ബിഹേവിയർ റെഡിയാക്കാൻ 2 മിനിറ്റോ 5 മിനിറ്റോ മതി. പക്ഷേ ഇങ്ങനെ ഒരു കുട്ടീനെ റെഡിയാക്കണമെങ്കിൽ ചിലപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ വേണ്ടി വരും. അതിമാത്രം സമയം നമ്മളെ കയ്യിലുള്ളതാണ് പാരൻറ്റിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. മറ്റേ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ അടിച്ചിട്ട് ശരിയാക്കുന്നത് പവർ ബേസ്ഡ് പാരൻറ്റിംഗ് എന്നാണ് പറയുക. ഈ പവർ ബേസ്ഡ് പാരൻറ്റിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുട്ടീനെ പവർ ഉപയോഗിച്ചിട്ട് നിർത്തുമ്പോൾ അത് ത്രെറ്റ് ആവാം, ഫോഴ്സ് ആവാം, ബ്ലാക്ക് മെയിൽ ആവാം, ഹിറ്റിംഗ് ആവാം, ഒക്കെ ആവാം. ഇത് ഉപയോഗിച്ചിട്ട് കുട്ടീനെ നമ്മൾ ഒരു ബിഹേവിയറിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ കുട്ടി നമ്മളുടെ ഒരു റഡാറിൻ്റെ പരിധിയിൽ മാത്രമേ ബിഹേവിയർ മാറ്റണുള്ളൂ. ഒരു കുട്ടിക്ക് 3 സോഷ്യൽ സെറ്റിംഗ് ഉണ്ടെന്നാണ് പറയുക. സ്കൂള്, പ്ലേ ഏരിയ, അതേപോലെ തന്നെ ഹോം. ഇതിൽ ഒരു സ്ഥലത്ത് നമ്മൾ ത്രെറ്റ് വെച്ചാൽ മറ്റ് സ്ഥലങ്ങളിൽ കുട്ടി പ്രശ്നം ഉണ്ടാക്കും. അതാണ് ഇന്ന് ഈ അധ്യാപകരൊക്കെ പറയലുണ്ട്, നമ്മൾ കുട്ടി എന്തെങ്കിലും മിസ്ബിഹേവ് ചെയ്ത് വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞാൽ പാരൻസ് പറഞ്ഞൊരു മറുപടി ഉണ്ട്, എൻ്റെ കുട്ടി ഒരിക്കലും അങ്ങനെ ചെയ്യൂല. കാരണം വീട്ടിൽ ചെയ്യലുണ്ടാവില്ല, പക്ഷെ അവനിൽ ആ ബിഹേവിയർ ഉണ്ട്. അത് പവർ ബേസ്ഡിൽ നിർത്തിയാൽ ബാക്കി സ്ഥലങ്ങളിൽ അത് ചെയ്യും. അപ്പോൾ പവർ ബേസ്ഡ് ഒരിക്കലും, അതായത് വീട്ടിൽ അവനെ അതിനൊന്നും സമ്മതിക്കാത്ത അവനറിയാം വീട്ടിൽ അങ്ങനെ ഒരു ത്രെറ്റ് ഉണ്ട് എന്നുള്ളത്. ആ ഭീഷണി അന്തരീക്ഷത്തിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ആ പേടി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവനത് ചെയ്യൂല. അതിൻ്റെ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഇവൻ അതിന് ലേൺ ചെയ്യുന്നൊരു പാടുണ്ട്. അതായത് എന്തെങ്കിലും കാര്യം നേടാൻ ബാക്കിയുള്ളവരെ മേലെ പവർ ഉപയോഗിക്കാം എന്നുള്ളത്. അപ്പോൾ ഇവൻ്റെ സിബ്ലിങ്സിൻ്റെ മേലെയോ അതല്ലെങ്കിൽ കളിസ്ഥലത്തോ സ്കൂളിലോ എന്ത് ചെയ്യും, എന്തെങ്കിലും കാര്യം നേടാൻ വേണ്ടി ബാക്കിയുള്ളവരുടെ മേലെ ഇതേ പവർ ഉപയോഗിക്കും. അത് ഇവൻ പഠിക്കുന്നത് വീട്ടിൽ നിന്നാണ്, ഇവനെ ഇത് പഠിപ്പിക്കുന്നത് നമ്മളാണ്. അടുത്തൊരു കാര്യത്തിലോട്ട്, ഇപ്പോൾ ഈ പറഞ്ഞ നേരത്തെ സ്കൂൾസ് എന്നുള്ളൊരു സ്പേസാണ്. ഈ പാരൻസ് എന്നുള്ളത് പലപ്പോഴും സ്കൂൾസിനെ കാണുന്നത് എല്ലാ പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരമായിട്ടല്ലേ എന്നുള്ളൊരു വിഷയമുണ്ട്. അതായത് സ്കൂളിലാണോ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കപ്പെടേണ്ടത് എന്നുള്ള ഒരു ചോദ്യമല്ലേ ഈ പാരൻസിൻ്റെ ഭയങ്കര തെറ്റിദ്ധാരണയാണ്. കുട്ടി പിന്നെ ഫുൾ അവിടെ അല്ലേ, നിങ്ങളല്ലേ പഠിപ്പിക്കണത്, നമ്മൾ ഫീസ് തന്നിട്ട് നിങ്ങളെ ഏൽപ്പിച്ചതല്ലേ, അതല്ല ഇങ്ങോട്ട് എന്തിനാ വിളിച്ച് പറയണേന്ന് ചോദിക്കും. നമുക്കതിൽ ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇപ്പോൾ പാരൻസിന്. ഒന്നെന്താ വെച്ചാൽ, ഒരു കുട്ടിൻ്റെ ക്യാരക്ടർ ചിലപ്പോൾ നേച്ചറും നർച്ചറും ആവാം. നേച്ചർ എന്ന് പറഞ്ഞാൽ പിന്നെ ജെനറ്റിക്കലി വന്നതാവാം. നർച്ചർ എന്ന് പറഞ്ഞാൽ ആ കുട്ടി വളർന്നു വന്ന സാഹചര്യത്തിൽ അവനോട് ഇടപഴകിയ ആളുകളുടെ അതിൽ നിന്ന് കിട്ടിയ സാധനങ്ങളാവാം, ഒക്കെ ആവാം. അപ്പോൾ ഇതിലൊക്കെ ആ വീടിനും ആ പാരൻസിനും വലിയ പങ്കുണ്ട്. മാത്രമല്ല ഇവർക്ക് ഈ കുട്ടിൻ്റെ മേലെ നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട്. ഒരു ടീച്ചർ ഒരു എന്തെങ്കിലും പ്രശ്നം പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് അത് ഇവരുടെ ഒരു കോപ്പറേഷനാണ് ആഗ്രഹിക്കുന്നത്. അത് ഈ കുട്ടിനെ കുറ്റപ്പെടുത്താനതൊന്നുമല്ല, കുട്ടിനെ നന്നാക്കി എടുക്കണം എന്ന് തന്നെ ടീച്ചേഴ്സും ആഗ്രഹം. അതുകൊണ്ട് സ്കൂളിൽ വിട്ടു എന്ന് കരുതിയിട്ട് അവിടെ എന്തോ ഒരു മാജിക്കൽ സംഭവമൊന്നും നടക്കണില്ല. അവിടെ ഇതേ ഇൻട്രാക്ഷനിലൂടെ നമ്മൾ ടീച്ചറുമായി ഇൻട്രാക്ട് ചെയ്ത് കുട്ടിനെ ഈ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരൽ തന്നെ നടക്കുള്ളൂ. മറ്റൊരു വിഷയത്തിലോട്ട് വരുമ്പോൾ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കുട്ടിയെ എത്രത്തോളം മേ ബി പ്രശ്നമാക്കുന്ന ഒരു സംഭവം ഈ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. ഇത് പലപ്പോഴും കിട്ടുന്നത് ഈ റീൽസ് അല്ലെങ്കിൽ ഫോൺ, ഡിജിറ്റൽ അഡിക്ഷനിലൂടെയാണ്. ഈ ഒരു ഡിജിറ്റൽ വേൾഡ് നമ്മുടെ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നമ്മൾ ഈ റോങ് റോൾ മോഡൽസിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തൊപ്പി എന്ന് പറയുന്നൊരു ക്യാരക്ടർ, ആള് വളരെ ഇതായിരിക്കും, പക്ഷേ മേ ബി ഒരു സമയത്ത് വളരെ റോങ് ആയിട്ട് നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഫ്ലുവൻസ്. ഇങ്ങനത്തെ സംഭവങ്ങളിൽ എന്താണ് പാരൻസിൻ്റെ ഒരു ഇടപെടൽ എവിടെയാണ് വേണ്ടത്? ഡിജിറ്റൽ ലോകത്ത് പാരൻസിൻ്റെ ഇടപെടൽ എങ്ങനെയായിരിക്കണം കുട്ടീനെ ഇപ്പോൾ നല്ല മൊബൈല് നമ്മൾ കുട്ടിക്ക് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ അതിൽ മോണിറ്ററിങ് ഇപ്പോൾ പല രൂപത്തിലാണ്. ഒന്ന് നമുക്ക് ടൈമും കാര്യങ്ങളും വെച്ച് പാരൻ്റൽ കൺട്രോൾ വെക്കാം. പിന്നെ അതല്ലാതെ കുട്ടി എന്തൊക്കെ കാണുമെന്നോ നോക്കി നടക്കുന്ന പാരൻ്റ് ഉണ്ട്. സത്യത്തിൽ അതും ഒരു അപകടമാണ്.
അപ്പോൾ കുട്ടി കണ്ടത് ഫുള്ള് നോക്കുക, പിന്നെ എന്താ വെച്ചാൽ ട്രസ്റ്റ് ബ്രേക്ക് ആവും പാരൻസിൻ്റെ ഇടയിലുള്ള, പാരൻസിൻ്റെയും കുട്ടീൻ്റെ ഇടയിലുള്ള. പക്ഷേ കുട്ടി പിന്നെ എന്തൊക്കെ കാണുമെന്നും അത് വെച്ചിട്ട് കുട്ടിയിൽ എന്തെങ്കിലും ബിഹേവിയറിൽ മാറ്റം ഉണ്ടാവുന്നുണ്ടെങ്കിൽ, കുട്ടി കാണാൻ പാടില്ലാത്ത ആളുകളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കണ്ടാൽ അപകടം ഉണ്ടാക്കുന്ന ആളുകളെക്കുറിച്ച് കുട്ടിൻ്റെ സംസാരങ്ങളിലൊക്കെ വരികയാണെങ്കിൽ അവിടെ നമ്മൾ ഇടപെടേണ്ടതുണ്ടാവും. അപ്പോഴൊക്കെ നമ്മൾ ഈ പേഷ്യൻസോട് കൂടി ഇരുത്തി ഇതിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ മാറ്റണം. അപ്പോൾ ഇങ്ങനത്തെ ആളുകളെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഒരു പിന്നെ ഒരു മാനറിസം ഉണ്ടല്ലോ, അത് കുട്ടിയിലേക്ക് ഭയങ്കരമായിട്ട് അബ്സോർബ് ചെയ്യപ്പെടും. ആ രീതികൾ, ആ സംസാരങ്ങൾ, രീതികൾ, കാര്യങ്ങളൊക്കെ. പിന്നെ ഇതൊക്കെ ഒരു ഈ സെലിബ്രിറ്റി വർഷിപ്പ് സിൻഡ്രോം എന്ന് പറയും. ഈ ഭയങ്കര ആഘോഷിക്കപ്പെട്ട ആളുകളോടുള്ള ഒരു വല്ലാത്ത ഒരു ഇതുണ്ടല്ലോ, അതിന് 2-3 തലങ്ങളുണ്ട് ഇപ്പോൾ സൈക്കോളജിയിൽ. ഇപ്പോൾ ഒന്ന് അതിൻ്റെ ഒരു പിന്നെ ഒരു സോഷ്യൽ തലമുണ്ട്. ഇപ്പം എല്ലാവർക്കും ഉണ്ടാവും, ചിലർ മെസ്സിനെ ഇഷ്ടപ്പെടുന്നു, ചിലർ റൊണാൾഡോനെ ഇഷ്ടപ്പെടുന്നു, മമ്മൂട്ടിനെ ഇഷ്ടപ്പെടുന്നു, ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സോഷ്യൽ തലമാണ്, അത് അത്രേ ഉള്ളൂ. മറ്റേത് ഒരു പേഴ്സണലായിട്ട് എടുക്കുന്ന ഒരു തലമുണ്ട്. അതായത് അതിനും വേണ്ടി ഇങ്ങോട്ട് ഒരു ഹാർഡ് കോറായിട്ടൊരു ഭയങ്കര ഫാനായി അതിൻ്റെ പിന്നാലെ പോവുക, അവരെല്ലാ വീഡിയോസും കാണുക, അതിൻ്റെ പോയി കമൻറ്റ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്തേക്ക് ഇതൊരു അസുഖമായി മാറുന്നതാണ് അതിൻ്റെ ഒരു ബോർഡർ ലൈൻ, ഒരു പാത്തോളജിക്കൽ കണ്ടീഷന്. അത് സത്യത്തിൽ ഒരു ഡിസോർഡറിലേക്ക് പോകും. ഇപ്പോൾ പിന്നെന്താ വെച്ചാൽ അത് അവരെ കൊഗ്നിറ്റീവ് ലെവലിനെ ബാധിക്കും. ഒരു ഡേ ഡ്രീമിങ് കൂടും. അതായത് ഇപ്പോൾ ഭയങ്കര സെലിബ്രിറ്റി സിൻഡ്രോം വന്നാൽ നമ്മൾ അവരെ കൂടെ യാത്ര ചെയ്യുന്നതും, നമ്മൾ അവരെ വീട്ടിൽ പോകുന്നതും, നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഡേ ഡ്രീം ചെയ്യും. ഇങ്ങനെ ഡേ ഡ്രീം ചെയ്യുന്ന ഒരു സിനാരിയോ ഉണ്ടാവും. അത് സത്യത്തിൽ ഒരു ഡിസോർഡറാണ്. പിന്നെ ട്രീറ്റ് ചെയ്യണം, തെറാപ്പിയിലേക്ക് പോകണം. അത് കൊഗ്നിറ്റീവ് ലെവലിനെ നന്നായി ബാധിക്കും. മാത്രമല്ല കമ്പൾസീവ് ബയ്യിങ് കൂടും. കാരണം ഇവരുപയോഗിച്ച എന്തെങ്കിലും സാധനങ്ങൾ, ഇപ്പോൾ ഇവർ വീഡിയോയിൽ എന്തെങ്കിലും സാധനം ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അതേപോലത്തെ പോയി വാങ്ങി ഞാനും ധരിക്കുക, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. അതൊക്കെ ഒരു ഡിസോർഡറിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അതിനെ അങ്ങനെ എന്തെങ്കിലും സൂചനകൾ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ എന്താണെങ്കിലും നമ്മൾ എത്ര ലവ് എന്നൊക്കെ പറഞ്ഞാലും കുട്ടീൻ്റെ പിന്നെ ബ്രെയിനിൻ്റെ ഫ്രണ്ടൽ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ അത്ര ഫങ്ഷനിലല്ല. അതായത് കുട്ടിക്ക് ഒരു നല്ല ഡിസിഷൻ എടുക്കാൻ അതിനൊന്നും കഴിയൂല. അപ്പോൾ കുട്ടി ഒരു അപകടത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മളവിടെ തടയന്നെ വേണ്ടി വരും. ഒരു ഡേഞ്ചർ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് കുട്ടി പോകുന്നുണ്ടെങ്കിൽ അത് പാരൻസ് തടയന്നെ വേണം. അപ്പോൾ അവിടെ കുറച്ച് ഒരു കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതല്ല ഒരു അപകടം ഉണ്ടാക്കാത്തതാണെങ്കിൽ നമുക്ക് അതിനെ ആ രൂപത്തിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ റെഡിയാക്കി കൊണ്ടുവരാം. എങ്ങനെ നമ്മൾ ഈ സ്ക്രീനിനെ മോണിറ്റർ ചെയ്യേണ്ടത്? നേരത്തെ പറഞ്ഞ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ആവാതെ നമുക്ക് എങ്ങനെ ഒരു സ്ക്രീനെ മോണിറ്റർ ചെയ്യാം? അതായത് ഈ ഹെലികോപ്റ്റർ പാരൻറ്റിങ് ഒഴിവാക്കണം. കുട്ടി പിന്നെ സ്ക്രീന് നോക്കുന്നു, അപ്പോൾ നമ്മളും പോയി എന്തൊക്കെ കാണുന്നു എന്നുള്ളത് ഇങ്ങനെ നോക്കുന്നു. കുട്ടി നോക്കിക്കഴിഞ്ഞാൽ ഹിസ്റ്ററി ഫുള്ള് പരിശോധിക്കുന്നു. അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് കുട്ടി അറിയുമ്പോൾ സംഭവിക്കണം എന്താ വെച്ചാൽ, എന്നെ വിശ്വാസമില്ലാത്ത ആളാണ് എൻ്റെ പാരൻസ്. പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇടപെട്ടാൽ മതി. അപ്പോൾ പിന്നുള്ളത് റൂൾസാണ്. റൂൾസ് കറക്റ്റ്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, നമ്മളെല്ലാവർക്കും റൂൾസ് ഉണ്ടാക്കുക. ഇപ്പോൾ വീട്ടിൽ കുട്ടികൾക്ക് ഇത്ര മണിക്കൂർ, ഓലെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇത്ര മണിക്കൂർ പോവാം. അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നുണ്ടോ നോക്കുക. ഇപ്പോൾ കുട്ടി ഇപ്പോൾ അതിൽ കാണുന്ന സാധനങ്ങൾ എന്താണെങ്കിലും കുട്ടീൻ്റെ ഒരു സംസാരത്തിലോ ബിഹേവിയറിലോ അതിൻ്റെ ഒരു സാധനം ഉണ്ടാവും. ഇപ്പോൾ പാട്ട് കേൾക്കുകയാണെങ്കിൽ ആ പാട്ട് മൂളിക്കൊണ്ടിരിക്കും, എന്തെങ്കിലും സാധനം കാണുകയാണെങ്കിൽ അതിൻ്റെ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതിലെവിടെയെങ്കിലും അപകടങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇടപെടുക തന്നെ വേണം. അതല്ലാതെ ഈ ഹെലികോപ്റ്റർ CCTV പാരൻറ്റിങ് എന്നുള്ള രൂപം പിന്നാലെ നടക്കുന്നത് എന്നുള്ളത് ഭയങ്കര അപകടമാണ്. യെസ്, ഇത് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ലഹരി എന്നുള്ളതും വലിയൊരു ടെൻഷനായിട്ട് രക്ഷിതാക്കൾക്കൊക്കെ ഉണ്ട്. ഈ ഒരു നമ്മൾ മൊത്തത്തിൽ പറഞ്ഞ ഈ ഒരു പ്രശ്നം അവരെ ലഹരിയിലോട്ട് നയിക്കുന്നിടത്ത് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിൽ എങ്ങനെയെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? എസ്പെഷ്യലി ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്നുള്ളത് എനിക്ക് തോന്നുന്നു പെട്ടെന്നൊരു കിക്കിലോട്ട് എത്തുക എന്നുള്ള ഒരു സംഭവത്തിലോട്ട് കുട്ടികളെ എത്തിക്കുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ പിന്നെ വീട്ടിൽ നിന്നുള്ള ഡിറ്റാച്ച്മെൻറ്റ്, ഇപ്പോൾ ലഹരിൻ്റെയൊക്കെ ഏതൊരു അഡിക്ഷൻ്റെയും അടിസ്ഥാന പ്രശ്നം പറയുന്നത് ഒരു ഇമോഷണൽ ഐസൊലേഷനാണ്. അടിസ്ഥാന പ്രശ്നം പിന്നെ പറയണം. അപ്പോൾ എന്ത് തരം അഡിക്ഷനിലേക്കാണെങ്കിലും, കാരണം ഇമോഷണലി സാറ്റിസ്ഫൈഡ് ആകാനുള്ളൊരു സ്പേസ് കിട്ടാത്തത് കൊണ്ട് വേറൊരു വസ്തുവിൽ പോയിട്ട് നമ്മൾ അഭയം പ്രാപിക്കുകയാണ്. അപ്പോൾ അതാണ് പല ടൈപ്പ് ലഹരിയിലേക്ക് പോകുന്നത്. പിന്നെ അവിടെ ഈ പ്യുവർ ഇൻഫ്ലുവൻസിൻ്റെ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ വീട്ടിൽ നല്ല അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. പലപ്പോഴും കുട്ടി അഡോളസൻസിലേക്ക് എത്തുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ വരുന്ന ഈ കുട്ടിക്ക് എപ്പോഴും ഉണ്ടാവുക എന്താണെന്ന് വെച്ചാൽ ഇന്ന പാരൻസ് മനസ്സിലാക്കണില്ല എന്നുള്ളതാണ്. ഈ അഡോളസൻസിലെത്തി ഏത് കുട്ടിയോട് ചോദിച്ചാലും എന്നെ പാരൻസ് മനസ്സിലാക്കുന്നില്ല, പാരൻസിനോട് ചോദിച്ചാൽ ഞങ്ങളെ അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് തുടങ്ങുന്ന ഒരു ഘട്ടം. ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ചെറിയ ചെറിയ സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ വീട്ടിൽ കുട്ടി സങ്കടപ്പെട്ടിരിക്കുകയെന്ന് വിചാരിക്കുക, നമ്മൾ അല്ലെങ്കിൽ ഒരു വാശി കാണിച്ചിരിക്കുകയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുട്ടീനോട് എപ്പോഴും പൊതുവേ നമ്മൾ പാരൻസിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ വെച്ചാൽ
നിനക്ക് എന്തത്ര സങ്കടം ചോദിക്കും, എന്തിനാപ്പത്ര വാശി, എന്തിനാപ്പത്ര വാശി ചോദിക്കും. ഇത് സത്യത്തിൽ കുട്ടിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാണ് അല്ലെങ്കിൽ അവഗണിക്കുകയാണ്. കാരണം വെച്ചാൽ എന്തിനാ നിനക്ക് ഇത്ര വാശി, അപ്പം അവൻ്റെ വാശിയെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. എന്തിനാ നിനക്കിത്ര സങ്കടം, അവൻ്റെ സങ്കടത്തെ നമ്മൾ അവോയ്ഡ് ചെയ്യും. അതേസമയം നമ്മൾ അതിനെ നേരെ തിരിച്ച് പറയേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിനക്ക് സങ്കടം ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എന്നാലും ഈ സംഗതി നടക്കാൻ പോണില്ല, ഇത് നമ്മളിപ്പോൾ നടത്താൻ നമുക്ക് വഴിയില്ല, പക്ഷെ നിനക്ക് വാശി ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിനക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ അവൻ്റെ ഇമോഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൂടുതൽ പോകുമ്പോൾ ഈ നെഗ്ലക്റ്റ് ചെയ്ത് പോകുന്ന സമയത്ത് അഡോളസൻസിലേക്ക് കിടക്കുമ്പോൾ എന്താ വെച്ചാൽ കുട്ടി ടോട്ടലി എന്നെ ഇവർക്ക് തീരെ മനസ്സിലാവണില്ല, എൻ്റെ ഫീലിങ്സ് മനസ്സിലാവണില്ല. അപ്പോൾ കുട്ടിക്ക് ഇമോഷണലി കിട്ടുന്നൊരു സ്പേസിലേക്ക് കുട്ടി പോകും. അത് ചിലപ്പോൾ ഒരു വ്യക്തിയാവാം, ഒരു സബ്സ്റ്റൻസ് ആവാം, എന്തും ആവാം, അതിലേക്ക് പോകും എന്നുള്ളതാണ്. അപ്പോൾ ഏത് അഡിക്ഷനിലേക്ക് പോകാനുള്ള കാരണം ഈ ഇമോഷണൽ ഐസൊലേഷൻ വരുന്നതാണ്. ഇന്ന് ആ ഒരു സ്പേസ് വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഒരു ക്വസ്റ്റ്യനാണ്. ഒരു കുട്ടിക്ക് ഒരു ഇമോഷണൽ സ്പേസ് വീട്ടിൽ, കുട്ടിക്ക് നല്ല കേട്ടോ, വീട്ടിൽ ഓൾഡ് ഏജ് ആയ ആളുണ്ടെങ്കിൽ എല്ലാവർക്കും വീട്ടിലൊരു ഇമോഷണൽ സ്പേസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു പ്രശ്നമാണ്. എങ്ങനെ ഇങ്ങനത്തെ ഇമോഷണൽ സ്പേസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാന്നുള്ള, എല്ലാവരും കൂടിയുള്ള ഒരു ടോക്ക് കൂടണം, കമ്മ്യൂണിക്കേഷൻ കൂടണം. എല്ലാവരും പരസ്പരം ഇമോഷൻസിനെ അക്നോളജ് ചെയ്തുകൊണ്ട് എല്ലാവരും പരസ്പരം സംസാരിക്കുക. അതായത് കണ്ണിൽ നോക്കി സംസാരിക്കുക, അതാണ് അതിൽ ഏറ്റവും പ്രധാനം. സംസാരിക്കുമ്പോൾ കണ്ണിൽ നോക്കി എല്ലാവരും സംസാരിക്കുക. ഇപ്പം ഭാര്യയും ഭർത്താവും അവർക്കിടയിൽ പോലും ഇമോഷണൽ സ്പേസിൻ്റെ പ്രശ്നമുണ്ട്. കാരണം അവർ തമ്മിൽ കണ്ണിൽ നോക്കി സംസാരിക്കണില്ല. കണ്ണിൽ നോക്കി സംസാരിക്കലാണ് ഈ ഇമോഷണൽ സ്പേസ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട നല്ലൊരു ടിപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, കണ്ണിൽ നോക്കി സംസാരിക്കണം എന്നുള്ളത്. പല കുട്ടികളും പറയുന്നത്, അല്ലെങ്കിൽ പാരൻസിൻ്റെ പരാതി, കുട്ടിക്ക് പഠനത്തിൽ താല്പര്യമില്ല. ഈ പറഞ്ഞ പോലെ എന്തായിരിക്കും അതിനുള്ള ഒരു റീസൺ? അതിൽ പഠനത്തിൽ താല്പര്യമില്ല എന്നുള്ളത് ഇൻട്രസ്റ്റ് ആകാത്ത സംഗതികളുണ്ടാവും, പർപ്പസ് അറിയാത്ത സംഗതികളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പഠനത്തിൽ പിന്നോക്കം നിൽക്കുകയാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ പിന്നോക്കം പോകുന്നതും ഇപ്പം ഈ നമ്മളെ ഇപ്പോൾ ഒബ്ജക്റ്റീവ് ഹെൽത്തിൽ ഇപ്പം നമ്മൾ ചെവിക്ക് തകരാറുണ്ട്, അല്ലെങ്കിൽ കണ്ണിന് തകരാറുണ്ട്, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഡിസ്ലെക്സിയ LD പോലത്തെ പ്രശ്നങ്ങളുണ്ട്. ഇതിലൂടെയൊക്കെ കുട്ടി ക്ലാസ്സിൽ പിന്നിലായി പോയി, അതും കുട്ടിക്ക് താല്പര്യം കുറയാനുള്ള സാധ്യതയാണ്. അപ്പോൾ അതൊക്കെ ഡയഗ്നോസ് ചെയ്തിട്ട് ഒരു ഭാഗത്ത് നോക്കാം. അതുണ്ട്. അതല്ലാത്തതെന്ന് വെച്ചാൽ പിന്നെ ഈ ലേസിനെസ് ഉണ്ടാവാം. ആ ലേസിനെസ് ഉണ്ടാകാനുള്ള പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് പർപ്പസ് അറിയാത്തതുകൊണ്ടാണ്. രണ്ടാമതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഫ്ലോ എന്ന് പറഞ്ഞൊരു സ്റ്റേജ് ഉണ്ട്. ഇപ്പോൾ എല്ലാ കുട്ടികളും എത്തിച്ചേരേണ്ട ഫ്ലോ എന്ന് പറഞ്ഞ സ്റ്റേജ്. ഈ ഫ്ലോ എന്ന് പറഞ്ഞ സ്റ്റേജിലാണ് ഒരു കുട്ടിക്ക് അവൻ്റെ കഴിവുകൾ വെച്ചിട്ട് മാക്സിമം പെർഫോമൻസ് പറ്റുക. ഇപ്പോൾ ഫ്ലോനെ കുറിച്ച് ഇപ്പോൾ മിഹാലി ഷിസി മിഹിലായി, അദ്ദേഹത്തിൻ്റെ ഫ്ലോ എന്ന് പറഞ്ഞ ബുക്കുണ്ട്. പേര് ഭയങ്കര ബുദ്ധിമുട്ടാണ് പറയാൻ, ഒരു ഫേമസ് സൈക്കോളജിസ്റ്റാണ്. അപ്പം അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരാൾ ഫ്ലോൻ്റെ അപ്പുറം ഒരാളെ സ്കില്ല് ചലഞ്ചുമായിട്ട് മാച്ച് ചെയ്യുന്ന സമയത്ത് അയാൾ ഫ്ലോയിൽ എത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ സ്കില്ലുണ്ടോ ആ സ്കില്ല് ചലഞ്ചായിട്ട് മാച്ച് ആവണം. അപ്പോൾ ഒരു കുട്ടീൻ്റെ സ്കില്ലിനേക്കാളും ഒരുപാട് താഴെയാണ് ചലഞ്ച് എന്നുണ്ടെങ്കിൽ ആ കുട്ടി എപ്പോഴും ബോറായിരിക്കും, ബോർഡം സ്റ്റേജിലായിരിക്കും. ആ കുട്ടിക്ക് ക്ലാസ്സിലൊക്കെ കംപ്ലീറ്റ്ലി ബോർഡായിരിക്കും, ഇവരെന്താ ചെയ്യുന്നത്, ഒന്നൊരു ഏരയല്ല, ഒന്നൊരു ഇതില്ല എന്നുള്ളതിലായിരിക്കും. അതും കുട്ടീൻ്റെ പഠിത്തത്തിൽ താല്പര്യത്തെ കുറക്കും. സ്കില്ലിൻ്റെ ഒരുപാട് മേലെയാണ് ചലഞ്ച് എന്നുണ്ടെങ്കിൽ കുട്ടി ആങ്സൈറ്റി സ്റ്റേജിലായിരിക്കും എപ്പോഴും. പലപ്പോഴും ഒരു ക്ലാസ് റൂം എടുത്താൽ അതിൽ പല കുട്ടികളും ഒന്നെങ്കിൽ ബോർഡം സ്റ്റേജിലാണ്, അല്ലെങ്കിൽ ആങ്സൈറ്റി സ്റ്റേജിലാണ്. വളരെ ചുരുക്കം കുട്ടികളുടെയാണ് അവരുടെ സ്കില്ലിനോട് ചലഞ്ച് മാച്ച് ചെയ്യുന്ന രൂപത്തിൽ വരുന്നത്. അവർ നല്ല ഫ്ലോയിൽ പോയിക്കൊണ്ടിരിക്കും. അതായത് ലേണിങ്, ഈ മിഹാലി പറയുന്നത് എന്താ വെച്ചാൽ, ലേണിംഗ് എന്നുള്ളത് ഇന്നേറ്റ് ആയിട്ട് തന്നെ ഉള്ള ഒരു നേച്ചറാണ്. സെൽഫ് ലേണിംഗ് എന്ന് എല്ലാവരിലും അതുണ്ട്. പക്ഷേ ആ ഫ്ലോയിലേക്ക് എത്താത്തതുകൊണ്ടാണ് ആരും പഠിക്കാത്തത് എന്നുള്ളതാണ്, ഒന്നും പഠിക്കാതെ. അപ്പോൾ ആ ഫ്ലോയിലേക്ക് എത്തിക്കുക എന്നുള്ളത് അധ്യാപകരും രക്ഷിതാക്കളും കൂടി നോക്കേണ്ടതാണ്. ഇവന്റെ സ്കില്ലിന് മാച്ചാണ്. അപ്പോൾ പേഴ്സണലൈസേഷൻ ലേണിംഗിൽ ജനറലി ഇല്ല എന്നുള്ള പ്രശ്നം നമുക്കുണ്ട്. അതിൻ്റെ ഒരു ഇതാണ്, നമ്മൾ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടാണ് അവിടെ വീണ്ടും പാരന്റ്സ് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, ഇടപെടേണ്ടത്. എനിക്ക് ഇതിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ കുട്ടിക്ക് ഒരു ടോയ് മേടിച്ചു കൊടുക്കുമ്പോൾ, ഞാൻ ആസ് എ പാരന്റ്, ഒരു ഫസ്റ്റ് പാരന്റ് ആകുമ്പോൾ നമ്മൾ പരമാവധി നമുക്ക് കിട്ടാവുന്ന ടോയ്കളൊക്കെ, കാരണം നമുക്കിത് എക്സൈറ്റിംഗ് ആയിരിക്കും, കുട്ടി ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന്. പലപ്പോഴും നമ്മൾ കുട്ടിയുടെ ഒരു ലെവലിൻ്റെ ഭയങ്കര എബോവുള്ളൊരു സാധനമായിരിക്കും ചിലപ്പോൾ കൊടുക്കുക. അവന് ഒരു ദിവസം കൊണ്ട് തന്നെ കണ്ടിട്ട് ഒന്ന് ജസ്റ്റ് ഉപയോഗിച്ച് നോക്കിയിട്ട് തന്നെ മേ ബി അവൻ്റെ ഒരു ചാലഞ്ച് ലെവലിൻ്റെ എക്സ്ട്രീംലി ഹൈ ആയതുകൊണ്ട് അവൻ അപ്പാടെ വെക്കും. പിന്നെ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ടോയ് മേടിച്ചു കൊടുക്കില്ല, കാരണം ഓനെ എന്ത് കിട്ടിയാലും ഓനെ നോക്കൂല എന്ന് പറയും. അല്ലെങ്കിൽ ചിലപ്പോൾ ഓൻ്റെ ലെവലിന് വളരെ താഴെയുള്ള, കാരണം ഒരു ടോയ് സെലക്ട് ചെയ്യുന്നിടത്ത് പോലും ഈ ഒരു സംഭവം ഉണ്ട് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ടോയ് ഇറക്കണ നല്ല കമ്പനിയൊക്കെ നോക്കി അതിൽ ഏജ് അപ്രോപ്രിയേറ്റ് ഇതുവരെ എഴുതിയിട്ടുണ്ടാവും, നമുക്ക് കറക്റ്റ് അത് നോക്കിയിട്ട് വാങ്ങാം. നല്ല ഏജ് അപ്രോപ്രിയേറ്റ് ടോയ് നോക്കിയിട്ട് തന്നെ. എന്നാലും ഈ കുട്ടിൻ്റെ ഒരു ഇതുണ്ടല്ലോ, കുട്ടിൻ്റെ സ്കില്ലനുസരിച്ച് മാച്ചിങ് ആണോ എന്നുള്ളത്
എന്നെ നോക്കിയിട്ട് തന്നെ അല്ല അത് ഞാൻ ഉദാഹരണത്തിന് ഞാനിപ്പോൾ എൻ്റെ മോൻ്റെ ഒരു സൈക്കിള് ചെറിയ സൈക്കിള് മേടിച്ചു കൊടുത്തു. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ അവന് സൈക്കിള് ചവിട്ടി കാണണം എന്നുള്ളൊരു ഒരു ഒരു ആഗ്രഹം ഉണ്ടാവും, അവൻ സൈക്കിള് ചവിട്ടി. അപ്പോൾ മാത്രമല്ല അവൻ കുറച്ച് സമയം അതിൽ എൻഗേജ്ഡ് ആയിക്കോളും എന്നുള്ളത്. പക്ഷേ എനിക്ക് മേടിച്ചെടുത്തോളം മനസ്സിലായത് അവനിത് കാലത്ത് ഈ ചവിട്ടാനുള്ള ഒരു പവർ എന്ത് ചെയ്തിട്ടില്ല, ആയിട്ടില്ല. അപ്പം അവനോട് ഇട്ടു, അത്രേ ഉള്ളൂ. മേ ബി കുറച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, ചവിട്ടായിരിക്കും. അപ്പോൾ ഏത് ടോയ്ക്കും അങ്ങനെ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ. രണ്ടാമത്തത് ഈ പഠനത്തിന് പർപ്പസ് കണ്ടെത്താൻ പറയുമ്പോൾ പലപ്പോഴും മേ ബി ബിക്കോസ് ഓഫ് ദിസ് ഡിജിറ്റൽ ഇൻഫ്ലുവൻസ് വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കരിയർ സ്വപ്നങ്ങളാണ്, അല്ലെങ്കിൽ പർപ്പസ് ആണ്. എല്ലാവർക്കും ഫുട്ബോളർ ആവണം. ഞാൻ നാളെ ഒരു ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ഒരു സ്കൂളിൽ പോയപ്പോൾ എല്ലാ ആൺകുട്ടികൾക്കും ഫുട്ബോളർ ആവണം, ഇപ്പൊ കുറെ ആൾക്കാർക്ക് ഗെയിമർ ആവണം. ട്രെൻഡിന്റെ പിറകെ പോണതിന്റെ പ്രശ്നമാണ്. അതെ, അതും നമ്മുടെ കുട്ടികളുടെ ഒരു പർപ്പസ് ഇല്ലായ്മ എന്നുള്ളതിനെ ഭയങ്കരമായിട്ട് നമ്മൾ കുറച്ച് ഇന്റൻഷനലി കുറച്ച് ഡിഫറെന്റ് എക്സ്പോഷർ കൊടുക്കണം. ഇപ്പോൾ ഫുട്ബോളിന്റെ എക്സ്പോഷർ ഓട്ടോമാറ്റിക്കലി എൻവയോൺമെന്റിൽ ഉണ്ട്, അതുകൊണ്ടാണ് അവർക്ക് അതിനോട് താല്പര്യം തോന്നുന്നത്. അപ്പോൾ അതല്ലാതെ നമ്മളെ കുട്ടിൻ്റെ മുമ്പിൽ വേറെ ചില എക്സ്പോഷർ നമ്മൾ ഇൻറ്റൻഷനലി കൊടുന്ന് വെക്കണം. ഒന്നുകിൽ ഓനെ അത്തരം സംഗതികളോട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ അവൻ്റെ മുന്നിലേക്ക് അങ്ങനത്തെ സംഗതികൾ കൊണ്ടുവരിക. ഈ എക്സ്പോഷർ കൊടുക്കുക എന്നുള്ളത്, പല കാര്യങ്ങളിൽ കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. അവൻ ഏതെങ്കിലും ഒരു ഇൻട്രസ്റ്റ് പിക്കപ്പ് ചെയ്ത്, അതായത് പാരൻസ് പലപ്പോഴും മനസ്സിലാക്കേണ്ട സംഭവം സ്ട്രഗിളിങ് ഇല്ലാതെ ലേണിംഗ് നടക്കില്ല എന്നുള്ളത്. സ്ട്രഗിളിങ് ഈസ് എസെൻഷ്യൽ ടു മാസ്റ്ററിങ് എനിത്തിങ്. എന്ത് മാസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ സ്ട്രഗിളിങ് ഫേസിലൂടെ കടന്നു പോകണം. അത് കുട്ടിക്ക് ബോധ്യപ്പെടും വേണം എന്നുള്ളൊരു ഒരു കാര്യമില്ലേ, ഈ ഒരു സ്ട്രഗിളിങ് ആണ്. അതെ, നമ്മൾ ഒരു സാധനം നേടണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു എഫേർട്ട് ഉണ്ടാവണം, ഒരു സ്ട്രഗിൾ ഉണ്ടാവണം. അതില്ലാതെ നേടുന്നതൊക്കെ വെറും ഒരു നമ്മൾ റോ ഫീൽ എന്ന് പറയും, റോ ഫീൽ സൈക്കിൾ. അവിടെ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്ലഷർ വേഴ്സസ് ഹാപ്പിനെസ് എന്നുള്ളൊരു ഒരേ ടേം ആയിട്ട് ചിലപ്പോൾ പാരന്റ്സിന് അത് രണ്ടും പ്ലഷറും ഗ്രാറ്റിറ്റ്യൂഡും ഗ്രാറ്റിഫിക്കേഷനും രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ പ്ലഷർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി റോ ആണ്. അത് പിന്നെ നമ്മളെപ്പോഴും ബ്രെയിന് ഷോർട്ട് കട്ടിലൂടെ ചെയ്യണതാണ്. നമുക്കൊരു ഐസ്ക്രീം തിന്നുന്നു, ഒരു ഷവർമ തിന്നുന്നു, ഒക്കെ പ്ലഷറാണ്. നമ്മളൊരു ഗെയിം കളിക്കുന്നു, ഒരു സിനിമ കാണുന്നു. പ്ലഷറിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്ലഷർ എപ്പോഴും ഒരു എക്സ്റ്റേണൽ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസ് ഉണ്ടാവും. അത് നമ്മളെ മുമ്പിൽ വരുന്നു, അതിനെ നമ്മൾ ആസ്വദിക്കുന്നു. അത് ഇല്ലാതാകുന്നതോടുകൂടി അത് കഴിഞ്ഞു. റീല് കാണുന്നു, റീല് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. ഒരു സിനിമ കാണുക, സിനിമ കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. ഒരു ഐസ്ക്രീം വന്നു, ഐസ്ക്രീം കഴിഞ്ഞാൽ കഴിഞ്ഞു. അത്രേ ഉള്ളൂ പ്ലഷർ. അതിൻ്റെ പിന്നിലൊരു എഫേർട്ടും ഇല്ല. അതേസമയം ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അത് നമ്മളൊരു എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളൊരാളെ ഹെൽപ്പ് ചെയ്യുന്നു, എന്നിട്ട് അയാൾക്കൊരു നേട്ടം ഉണ്ടാവുന്നു. അപ്പോൾ നമ്മൾ ആ ഹെൽപ്പ് ചെയ്തത് ഒരു സ്ട്രഗിളാണ്, എന്നിട്ട് അയാളത് അച്ചീവ് ചെയ്തു. അപ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്. ഇത് നമ്മൾ ബ്രെയിനിൽ കൊടുക്കുന്ന ഹോർമോൺസിനും ഇപ്പോൾ ഒന്ന് ഡോപ്പമിനാണ്, മറ്റേതിൽ കുറേ കൂടി സെറോട്ടോണിനാണ് വർക്ക് ചെയ്യുന്നത്. സെറോട്ടോണിൻ ഡെവലപ്മെൻറ്റ് ഒരാളുടെ ഇമോഷണൽ ഡെവലപ്മെൻറ്റിന് വളരെ പ്രധാനപ്പെട്ട സാധനമാണ്. കാരണം ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഒരു സബ്സ്റ്റൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരാളെ ഒരു പൈസ കൊടുത്ത് സഹായിക്കുന്നു, ആരും കാണുന്നില്ല. ഞാൻ ഒരാൾ പൈസ കൊടുത്ത് സഹായിക്കുന്നു, അത് ഞാൻ മാത്രം അറിയുന്നതാണ്. അതെനിക്ക് കിട്ടുന്ന ഒരു ഗ്രാറ്റിഫിക്കേഷൻ ഉണ്ട്. അതേപോലെ എൻ്റെ ഫ്രണ്ട് ഒരു രോഗിയായി കിടന്നു, ഞാൻ അയാളെ പോയി കാണുന്നു. അപ്പോൾ ആ കാണുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഗ്രാറ്റിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ ഹാപ്പിനെസ്, സന്തോഷം എന്നുള്ളൊരു ഫീലിംഗ് ആസ് സച്ച് ആയിക്കൊള്ളുന്നില്ല, ഒരു ഫുൾഫിൽമെന്റ്, കണ്ടന്റ്മെന്റ്, ഫുൾഫിൽ. ഞാൻ സാധാരണ പറയാറുള്ള ഒരു എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു JEE പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നു, ഭയങ്കര സ്ട്രഗിളിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പം തന്നെ അത് കാണുന്ന നമ്മളെ പാരൻസിനെ കണ്ടറിയാം. 2 വർഷം കുട്ടിയും പാരൻറ്റും ഒരു ഇമോഷണലി ഇതിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു സ്റ്റേറ്റിലൂടെ എന്ത് ചെയ്യും, സ്ട്രഗിളിങ് ഫേസിലൂടെ കടന്നു പോകും. പക്ഷെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഫീലിംഗ് ഉണ്ട്. അതായത് ഞാൻ എൻ്റെ ലൈഫിൽ മേ ബി ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു 2009-10 JEE എഴുതുന്നത്. അത് കഴിഞ്ഞ് 5 കൊല്ലം IIT പഠിച്ചു, അത്യാവശ്യം എന്താ പറയുക, ആ സമയത്ത് സ്ട്രഗിൾ ചെയ്തു, പിന്നെ ജോലി ചെയ്തു, പിന്നെ ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ഫേസിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ എസെൻഷ്യലി ആ സ്ട്രഗിൾ എന്നുള്ളത് ഇപ്പോഴും മനസ്സിൽ വരുമ്പോൾ, ആലോചിക്കുമ്പോൾ ആ JEE പഠിച്ചൊരു ഫേസാണ്. പക്ഷെ അതിനെക്കുറിച്ച് ആ ഒരു ഫേസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ലൈഫിൽ ഭയങ്കര സംതൃപ്തിയും ഒരു പ്രൗഡ്നെസ് ഇപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഈ ഹാപ്പിനെസ്സിൻ്റെ 3 തലങ്ങളെ പറ്റി പറയാറുണ്ട്. ഇപ്പോൾ ഹാപ്പിനെസ് ഇൻ ദ പാസ്റ്റ്, ഹാപ്പിനെസ് ഇൻ ദ പ്രസൻറ്റ്, ഇൻ ദ ഫ്യൂച്ചർ. പാസ്റ്റിൽ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടോയെന്ന് അറിയണമെങ്കിൽ പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മളെ ഫീൽ പ്രൗഡും സാറ്റിസ്ഫൈഡും ആണെങ്കിൽ നമ്മൾ പാസ്റ്റിൽ ഹാപ്പിയാണെന്ന്. പ്രസൻറ്റിലുള്ളത് പ്ലഷറും ഗ്രാറ്റിഫിക്കേഷനും ഉണ്ട്. അതിൽ ഗ്രാറ്റിഫിക്കേഷനാണ് കൂടുതൽ കിട്ടുന്നത്. പ്ലഷർ ഉണ്ടെങ്കിൽ തന്നെ അതിന് നമ്മളൊരു ഒപ്റ്റിമൽ സ്പേസ് കൊടുക്കണം എന്നാണ്. അതായത് നമുക്ക് ആവശ്യമുള്ളത് ഉപയോഗിക്കുക. ഇപ്പോൾ ഒപ്റ്റിമൽ സ്പേസ് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഐസ്ക്രീം കഴിക്കുകയാണെങ്കിലും
നമ്മൾ ഒന്നിച്ച് കഴിക്കാതെ ഒന്ന് കഴിക്കുക, എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, അതിനൊരു സ്പേസ് കൊടുക്കുക, വീണ്ടും നമ്മൾ ആ ഇത് ഒരു ക്രേവിങ് ഇത് വരുമല്ലോ, അപ്പോൾ ഒന്ന് കഴിക്കുക. അതൊരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയണതാണ്. അങ്ങനെ എല്ലാത്തിനും ഒരു സ്പേസ് കൊടുക്കുക. കാരണം ഒറ്റയടിക്ക് പ്ലഷർ ഒന്നായിട്ട്, കാരണം ഒക്കെ ഷോർട്ട് കട്ടാണ്. അപ്പോൾ ആ ഒരു സ്പേസ് കൊടുക്കണം. ഫ്യൂച്ചറിലാണെങ്കിൽ നമുക്കൊരു ഹോപ്പ് ഉണ്ടാവുക, ട്രസ്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടോ, ഒരു വിശ്വാസം ഉണ്ടോ, അതിനർത്ഥം നമ്മൾ ഫ്യൂച്ചറിൽ ഹാപ്പിയാണ് എന്നുള്ളതാണ് നമ്മളെ ഫ്യൂച്ചറിനെ സംബന്ധിച്ച്. ഇന്നത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വേൾഡിൽ കണക്കെടുത്ത് നോക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഡെവലപ്ഡ് കൺട്രീസിലെല്ലാം അവരുടെ ഒരു സബ്ജക്റ്റീവ് വെൽബീയിങ് ഒരുപാട് കൂടി. ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെ എല്ലാം ഡെവലപ്ഡായി. പക്ഷേ പിന്നെ ഡിപ്രഷൻ നോക്ക്, ഡിപ്രഷൻ അതിനേക്കാളും കൂടുതൽ സ്കൈ റോക്കറ്റിംഗ് ആയിട്ട്. ഇത്രയും പ്ലഷർ സീക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഡിപ്രഷൻ കൂടുതലുള്ളത്. അതായത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളിൽ നിന്നുള്ള സന്തോഷം ഒരിക്കലും നിങ്ങളെ ഹാപ്പി ആക്കൂല. നിങ്ങൾ എത്ര വലിയ കാറ് വാങ്ങി, എത്ര വലിയ വീട് വെച്ചോ, എത്ര വലിയ പിന്നെ ജോലിയിൽ കയറിയോ, അങ്ങനെ അതൊന്നും നിങ്ങളെ ഹാപ്പി ആക്കാൻ പോണില്ല. അതേസമയം നിങ്ങളുടെ സബ്ജക്റ്റീവ് വെൽബീയിങ് ഉണ്ട്. സാധാരണ പറയും ഒബ്ജക്റ്റീവ് വെൽബീയിങ്, പിന്നെ സബ്ജക്റ്റീവ് വെൽബീയിങ് ഗോയിങ് സൗത്ത്, ഒബ്ജക്റ്റീവ് വെൽബീയിങ് ഗോയിങ് നോർത്ത് എന്ന്. ഒബ്ജക്റ്റീവ് വെൽബീയിങ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളൊക്കെ പിന്നെ ഫെസിലിറ്റീസ് കൂടുന്നുണ്ട്. സബ്ജക്റ്റീവ് വെൽബീയിങ് ഹാപ്പി എന്താണെന്ന് ചോദിച്ചാൽ അത് താഴോട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഡിപ്രഷൻ തന്നെ 40 കൊല്ലം മുമ്പ് ഒരു ആവറേജ് ഒരു മനുഷ്യന് ഡിപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഏജ് 29.5 വയസ്സാണ്. 29.5 വയസ്സിലാണ് ഒരാൾക്ക് ആവറേജ് ഡിപ്രഷൻ. കോളേജ് കുട്ടികളുടെ ഡിപ്രഷനെ കുറിച്ച് സംസാരിക്കും. ഇപ്പോൾ അതിൻ്റെ ആവറേജ് ഏജ് 14.5 വയസ്സാണ്. 14.5 വയസ്സിൽ ഡിപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അതും ഇത്രയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായിട്ട്. അപ്പോൾ ഈ സൗകര്യങ്ങളൊന്നും നമുക്ക് ഹാപ്പിനെസ് കൊണ്ടുവരില്ല. അതേസമയം നമ്മൾ ചെയ്യുന്ന എഫേർട്ട് എടുത്ത് ചെയ്യുന്ന സംഗതികളാണ് നമുക്ക് സംതൃപ്തി തരുള്ളൂ. അപ്പോൾ ആ സ്ട്രഗിൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ആ സ്ട്രഗിളിനുള്ള ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് ഇന്നില്ല. നമ്മൾ ഇൻറ്റൻഷനലി ക്രിയേറ്റ് ചെയ്യണത്. അപ്പോൾ ഈ സ്ട്രഗിളിലൂടെ കുട്ടികളെ കൊണ്ടുപോകണം എന്നുള്ളത് പാരൻസ് എസെൻഷ്യലി ശ്രദ്ധിക്കേണ്ട. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ വാണ്ടും നീഡ്. വാണ്ട് ഫുൾഫിൽ ചെയ്യുമ്പോൾ എപ്പോഴും കുട്ടിക്ക് സ്ട്രഗിൾ ഇല്ലാതെ ഓരോന്ന് കിട്ടുകയാണ്. ഇത് കുട്ടി പറയുന്നത്, കുട്ടി ബീച്ചിൽ പോകണമെന്ന് പറയുന്നു, അപ്പോൾ ബീച്ചിലേക്ക് പോകുന്നു. കുട്ടി ഏതെങ്കിലും സ്ഥലത്ത് പോകണമെന്ന് പറയുന്നു, കുട്ടി സൈക്കിൾ പോകണമെന്ന് പറയുന്നു, കുട്ടി മൊബൈൽ വേണമെന്ന് പറയുന്നു. അപ്പോൾ അതിങ്ങനെ കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ പലപ്പോഴും ഇപ്പോഴത്തെ ഈ ജനറേഷനിൽ പ്രത്യേകിച്ച് ഈ ആൽഫനെ വളർത്തുന്ന പാരൻസ് എല്ലാം ഇത് പെട്ടെന്ന് ഒരു പെർമിസീവ് മോഡിലാണ് കൂടുതൽ പേരുള്ളത്. അപ്പോൾ എല്ലാം എന്ത് ചെയ്യുക, കൊടുക്കുക, അവൻ എന്താക്കിക്കോട്ടെ എന്നുള്ള രൂപത്തിൽ. അത് ഈ കുട്ടിനെ ഈ രൂപത്തിലേക്ക് മാറ്റും. ബിഹേവിയറിലാണ് മേ ബി അതിനൊരു ചെറിയൊരു സ്ട്രഗിൾ നമ്മൾ വെക്കണം. ആ സ്ട്രഗിൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതിൻ്റെ ഒരു ടൈം ഗ്യാപ്പ് കൂട്ടെങ്കിലും ചെയ്യാം. ഇപ്പോൾ കുട്ടി സൈക്കിൾ ചോദിക്കുന്നു നോക്കുക, നമുക്ക് പറയാം എന്താണ്, ഇപ്പോൾ സൈക്കിൾ വാങ്ങാനുള്ള ബജറ്റ് നമുക്കില്ല, അല്ലെങ്കിൽ ഉള്ള പൈസയും നമുക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റില്ല, കാരണം അത് ഇന്ന ആവശ്യത്തിനൊക്കെ വേണ്ടി അല്ലെങ്കിൽ ഒരു എമർജൻസി ഫണ്ടാണ്, നമുക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മാസം ഒരു 2000 വെച്ചിട്ട് നമുക്ക് അതിന് വേണ്ടി മാറ്റി വെക്കാം. അറ്റ്ലീസ്റ്റ് ഒരു 10 മാസമെങ്കിലും കുട്ടി അതിന് വേണ്ടി ക്ഷമിക്കണ്ടേ. ആ ക്ഷമ ഒരു സ്ട്രഗിളാണ്. അപ്പോൾ അങ്ങനെയെങ്കിലും എന്ത് ചെയ്യാം, ഒരു സ്പേസ് ഇട്ടിട്ടെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താൽ, ഇന്ന കാര്യങ്ങൾ നീ ചെയ്താൽ ഇത് ചെയ്തുതരാം, ആ പറയുന്നിടത്ത് എന്തെങ്കിലും പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ട് അതും പറയാൻ. കാരണം ഒരു സ്ട്രഗിൾ ഉണ്ടല്ലോ, അതിൻ്റെ പിന്നെ ഒരു എഫേർട്ട് ഉണ്ടല്ലോ. ഒറ്റയടിക്ക് എല്ലാം വാണ്ട് കൊടുക്കുക എന്നുള്ളത് കുട്ടിനെ ആ രൂപത്തിലൊരു ബിഹേവിയറിൽ പ്രശ്നങ്ങളുണ്ട്. ഇമ്പൾസീവ്നെസ് കൂടും. ഒരു ഹാപ്പിനെസ് ഗ്രാറ്റിറ്റ്യൂഡിലോട്ട് കുട്ടികളെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ എത്തിച്ചേരുന്നൊരു പോയിന്റ് എന്നുള്ളത്. ഞാനിത് എൻ്റെ ചെയ്യുമ്പോൾ ഹാർവാർഡ് സ്റ്റഡി ഓഫ് അഡൽട്ട് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് ഹാർവാർഡ് സ്റ്റഡി ഓഫ് അഡൽട്ട് ഡെവലപ്മെന്റ് വേൾഡിലെ ലോങ്സ്റ്റ് റണ്ണിങ് സ്റ്റഡിയാണ്. അതിൽ ആളുകൾ എസെൻഷ്യലി ഹാപ്പി ആക്കുന്നത് എന്താണ് എന്നുള്ളതാണ് ആ സ്റ്റഡിയിൽ അവർ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇതുമായി ഭയങ്കര ഒരു റിലേഷൻ തോന്നിയോണ്ടാണ് ഞാൻ അതിൻ്റെ എൻഡിൽ ഇത് പറയുന്നത് കേട്ടോ. അതായത് ഇവർ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്തത് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്താണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലാണ് ബേസിക്കലി ഇവർ സ്റ്റഡി നടത്തുന്നത്. അപ്പോൾ ഗ്രാൻഡ് സ്റ്റഡി, ഹവാർഡ് ഗ്രാൻഡ് എന്ന് പറഞ്ഞ ഒരാളാണ് ഈ സ്റ്റഡി തുടങ്ങി വെച്ചത്. അപ്പോൾ അയാളുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ആ സമയത്ത് അഡ്മിഷൻ വാങ്ങിയ ആളുകൾ ഇവരായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഇവരെ ലൈഫ് ലോങ് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പോകുന്ന ആൾക്കാരെ നമുക്കറിയാം, അന്നത്തെ വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പോകുന്നത്. അപ്പോൾ ഇവരെ ലൈഫ് ലോങ് ഫോളോ ചെയ്ത് ഇപ്പോഴും സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ഇവരൊക്കെ മരിച്ചുപോയി പല അവരുടെ നെക്സ്റ്റ് ജനറേഷൻസിൻ്റെ. ഇവരിൽ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ആളുകൾ ആരായിരുന്നു? എസെൻഷ്യലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു മെട്രിക്സ് വെച്ചിട്ട് കരിയറിലും അതല്ലെങ്കിൽ അവരുടെ ജോബിൽ കൂടുതൽ ശമ്പളം വാങ്ങുന്ന ആളുകൾ നിലയിലൊക്കെ അപ്പുറം ഇവരുടെ ലൈഫിൽ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയിരുന്നു എന്നുള്ളതാണ് പഠിച്ചത്. രണ്ടാമത് ഇതിൽ ഗ്ലൂവെക് സ്റ്റഡി എന്ന് പറഞ്ഞാൽ രണ്ടാമത് ഇതിൻ്റെ ഒരു ബ്രാഞ്ച് ഓഫ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ബോസ്റ്റണിലുള്ള
ഒരു ജയിലിൽ നിന്നൊക്കെ ഇറങ്ങിയ, അതേപോലെ തന്നെ അവിടുത്തെ വളരെ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ എടുത്തു, ഒരു 10-300 ആൾക്കാരെ എടുത്തു. ഇവരെയും ലൈഫ് ലോങ് ഫോളോ ചെയ്തു. ഇവരിൽ ആരൊക്കെയാണ് ഏറ്റവും ഹാപ്പി ആയത് എന്നുള്ളത്. അപ്പോൾ ഹാപ്പിനെസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇപ്പോൾ ഹാർവാർഡിൽ നിന്ന് പഠിച്ചിറങ്ങിയ പല ആൾക്കാരും വളരെ അൺഹാപ്പി ആയിട്ട് മാറിയിട്ടുണ്ട്. അതിനുള്ള റീസൺസ് ആയിട്ട് പറയുന്നത്, ഒന്ന് ആൽക്കഹോളിസം, ഇവർ ലഹരിയിലോട്ട് പോയി. സ്വാഭാവികമായിട്ടും അത് അവരുടെ റിലേഷൻഷിപ്പിൽ എന്തുണ്ടാക്കി, പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ എസെൻഷ്യലി പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഇവർ എത്തിച്ചേരുന്നൊരു കൺക്ലൂഷൻ, ഇപ്പോൾ സ്റ്റഡീസിൽ ഇതിൻ്റെ ഒരുപാട് പേപ്പേഴ്സ് ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ പറയുന്നത് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള ആളുകൾ ഏറ്റവും ബെസ്റ്റ് റിലേഷൻഷിപ്സ് ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. പാരൻസുമായിട്ട്, സ്പൗസസുമായിട്ട്, മക്കളുമായിട്ട്, സിബ്ലിങ്സുമായിട്ട്, ഓവറോൾ കമ്മ്യൂണിറ്റിയുമായിട്ട്. ഇപ്പോൾ ഇതിൽ പറയുന്ന ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഇത് നല്ല അടിപൊളിയായിട്ട് നല്ല ഇൻ്റലക്ച്വൽ ആയിരുന്ന ആൾക്കാർ ആൽക്കഹോളിസത്തിലോട്ട് പോയിട്ട് ജീവിതം സ്വാഭാവികമായിട്ടും വൈഫ് ഉപേക്ഷിച്ച് പോയി, മക്കൾ ഉപേക്ഷിച്ച് പോയി, ഭയങ്കര ഒരു റിഗ്രറ്റിലെ ലൈഫ് എൻഡ് ചെയ്ത ആൾക്കാരുണ്ട്. നേരെ മറിച്ച് അപ്പുറത്ത് ജയിലിൽ നിന്ന് വന്നു, ഹി ഗോട്ട് എ ഗുഡ് മെൻറ്റർ, നല്ലൊരു മെൻറ്റർ കിട്ടി. ആ മെൻറ്റർ അയാളെ കൊണ്ട് ഒന്ന് അഡ്വൈസ് ചെയ്ത് അയാളെ നല്ലൊരു കല്യാണം കഴിപ്പിച്ചു. അവർ മേ ബി അവർക്ക് ശമ്പളം കുറവായിരിക്കും, പൈസ കുറവായിരിക്കും, പക്ഷെ അവർ ലൈഫിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് നെക്സ്റ്റ് ജനറേഷനിലോട്ടും സ്വാഭാവികമായിട്ടും വന്നു. അപ്പോൾ എനിക്കത് ഈ ഒരു ഡിസ്കഷൻ്റെ എൻഡിൽ എനിക്ക് പറയാൻ തോന്നിയൊരു സംഭവം, അതായത് നമ്മുടെ അൾട്ടിമേറ്റ്ലി നമ്മുടെ കുട്ടികളെ ഹാപ്പി ആക്കുന്നതും അവരെ ലൈഫിൽ എസെൻഷ്യലി സക്സസ്ഫുൾ എന്നുള്ളത് നമ്മളൊരു മെറ്റീരിയലിസ്റ്റിക് ഡെഫിനിഷൻ മാത്രം കൊടുക്കാതെ, അതും വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ അവരെ ലൈഫിൽ വളരെ ഹാപ്പിയാക്കി നിർത്തുന്നത് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ നമ്മുടെ ഒരു പാരൻസിനോട് നമുക്ക് കുട്ടികളോട് പറയാനുള്ള സംഭവം, നമ്മളെ കുട്ടികളുമായിട്ട് സ്വാഭാവികമായിട്ടും ഞാൻ അടക്കമുള്ള പാരൻസ് നല്ല റിലേഷൻഷിപ്സ് നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കുട്ടികൾ മിടുക്കരായിട്ട് വരും. അവർ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ മിടുക്കരായിട്ട് വരും എന്നുള്ളതാണ്. മാർട്ടിൻ സെലിഗ്മാൻ്റെ ദ ഒതൻറ്റിക് ഹാപ്പിനെസ് എന്നുള്ള പുസ്തകമുണ്ട്. ഹാപ്പിനെസ്സിനെ മുഴുവനായിട്ട് പല തലത്തിൽ വിശദീകരിക്കുന്ന പുസ്തകം. പല അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് സർവേസും ഇതൊക്കെ നടത്തിയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ പിന്നെ നല്ല ജോലി ഉണ്ടാകുക എന്നുള്ളത് നിങ്ങളുടെ ഹാപ്പിനെസ്സുമായിട്ട് റിലേറ്റഡ് അല്ല. നിങ്ങളൊരു റിച്ച് ആകുക എന്നുള്ളത് അത് ഹാപ്പിനെസ്സിൻ്റെ ഒരു സ്ലൈറ്റ് ഇൻക്രിമെൻ്റ് നിങ്ങൾക്ക് തരുന്നുള്ളൂ. അതേപോലെ പിന്നെ നിങ്ങൾക്ക് നല്ല കാർ ഉണ്ടാകുക എന്നുള്ളതോ വലിയ വീട് ഉണ്ടാകുക എന്നുള്ളതോ ഒന്നും നിങ്ങളുടെ അതൊരു പോയിന്റ് വരെ നമ്മളെ ഹാപ്പി ആക്കും. അത്രേ ഉള്ളൂ. അതേസമയം അയാളെ ഹാപ്പി എനിക്ക് വേണ്ടി പറയുന്നത് ഒന്ന് ഇതന്നെയാണ്, ഫാമിലി, മാരീഡ് ആയിട്ട് ഫാമിലി. ഈ വിവാഹത്തിനെ കുറിച്ച് പറയുന്നതിന് ഹാപ്പി ആയ ആളുകളാണ് സത്യത്തിൽ വിവാഹം കഴിക്കണമെന്നും പറയാറുണ്ട്. അപ്പോൾ ഒന്ന് മാരി, രണ്ട് പിന്നെ അയാളുടെ ഒരു സബ്ജക്റ്റീവ് വെൽബീയിങ്, മൂന്നാമത് അവർക്കൊരു മതം ഉണ്ടായിരിക്കുക എന്ന് പറയുന്നുണ്ട്. അയാൾ ആ സർവേയിൽ പറയുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാം, നന്നായി പിന്നെ ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു ലൈഫിലൂടെ പോകാം എന്നുള്ളത് പുസ്തകത്തിൽ പറയുന്നത് നമുക്ക് കാണാം. അപ്പോൾ മെറ്റീരിയലിസ്റ്റിക് അല്ല ഒന്നും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ജനറേഷൻ ഗ്യാപ്പ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനെ അക്നോളജ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ നല്ല പാരൻസായി മാറുക എന്നുള്ളതാണ് ഒരു ലെസണായിട്ട് അല്ലെങ്കിൽ ഒരു റിഫ്ലക്ഷനായിട്ട് എനിക്ക് സ്വയം പറയാനുള്ളത്. താങ്ക്സ് ഫോർ കമ്മിങ്. നമുക്ക് ഇനിയും കൂടുതൽ എപ്പിസോഡുകൾ നമുക്ക് അമീർ ഖാൻ നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, മറ്റൊരു ഡിസ്കഷനിൽ കാണാം.